അപ്പം മാണി സാറിനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ഒരാൾ പോലും നിരാശനായിട്ട് മടങ്ങാറില്ല. ഈ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി ഇപ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം, അന്ന് ആദ്യം വന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും തൊഴിലുറപ്പ് പദ്ധതി. ഇപ്പോൾ ചെറുപ്പക്കാരങ്ങോട്ട് വരുന്നില്ല. ചെറുപ്പക്കാരങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ പുരോഗതി അതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബശ്രീ നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയിൽ ഇത്രയും പങ്ക് വഹിച്ച ഒരു വിഭാഗം വേറെ. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷം, ദുഃഖങ്ങൾ, ഏറ്റവും ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്നത് ചെറുപ്പക്കാരാണ്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കഴിഞ്ഞ 25 വർഷമായി തുടർച്ചയായി ജനപ്രതിനിധിയായ കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PC കുര്യൻ. സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ 25 വർഷമായി ജനപ്രതിനിധിയായി തുടരുകയാണ്. ജനങ്ങൾ അത്രയും റിപ്പീറ്റഡ്ലി നമ്മളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ തന്നെ മതി എന്ന് തീരുമാനിക്കുന്നു ഒരു നാട്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. 25 വർഷത്തെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? തുടരെ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഞാൻ ആദ്യമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 2000-ലാണ്. 2000-ൽ മത്സരിക്കുമ്പോൾ പഞ്ചായത്തിൽ 10 മെമ്പർമാർ, 5 പേര് ഞാൻ പ്രതിനിധാനം ചെയ്ത മുന്നണിയിലും 5 പേര് അപ്പുറത്തെ മുന്നണിയിലുമായിരുന്നു. അന്ന് നറുക്കിലൂടെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ എനിക്ക് എതിരായിട്ടാണ് നറുക്ക് വന്നത്. അന്ന് പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലെങ്കിലും പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. ആ 5 വർഷമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുല്യമായിരുന്നുകൊണ്ട് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. അപ്പം പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, അതുപോലെ ജനകീയാസൂത്രണ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പഠനം നടത്തുന്നതിനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. അതെനിക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം 2000 തൊട്ട് 2005 വരെ 2000 തൊട്ട് 2020 വരെ കുറവിലങ്ങാട് പഞ്ചായത്തിലെ മെമ്പറായിരുന്നു. അതിനിടയിൽ 2005, 2010, 2015, 2020 അങ്ങനെ 2 ടേം 5-10 വർഷം പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. ഈ നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് സംവരണമുണ്ട് വരുന്നവർക്ക്. അപ്പോൾ ആ സംവരണം വരുന്ന പീരീഡ് ഒഴിച്ച് നമുക്ക് പുരുഷ പ്രസിഡൻ്റ് ആകാമായിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ 2000-ന് ശേഷം ഞാനാണ് കുറവിലങ്ങാട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായത്. 2020 ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. അവിടെ ഒരു ടൈം നമുക്ക് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ കാലങ്ങളിലൊക്കെ ഈ പഞ്ചായത്ത് രാജിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ മുഴുവൻ നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പഞ്ചായത്തിൽ ഈ 20 വർഷം തുടർച്ചയായിട്ട് ഒരാൾക്ക് നിലനിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അങ്ങനെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണമെങ്കിൽ നമ്മൾ ഏത് പദവിയിൽ ആണ് വഹിക്കുന്നതെങ്കിലും ആ പദവിയോട് ആത്മാർത്ഥത കാണിക്കണം. പദവിയോടുള്ള ആത്മാർത്ഥത, അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്കാരോടും നമ്മൾ ആത്മാർത്ഥത കാണിക്കണം. സത്യസന്ധമായിരിക്കണം. നമ്മുടെ ഇടപെടലുകൾ സത്യസന്ധമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം വരും. അതാണ് ഈ ജനപ്രതിനിധിയായിട്ട് മുന്നോട്ട് പോകാൻ എന്നെ സഹായിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, എനിക്ക് ഈ രീതിയിലേക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രധാന കാരണം, ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് SLC ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ പ്രചാരം ചെയ്യുന്ന കുറവിലങ്ങാട് ഫോറോണ ചർച്ച് വലിയ പള്ളിയാണ്. 10,3500 ഇടവക്കാരുള്ള വലിയ പള്ളിയാണ്. അപ്പോൾ അവിടെ ഈ യുവാക്കളെ സംഘടിപ്പിക്കുക. അന്ന് ഇപ്പം ഈ പള്ളി തലത്തിലൊക്കെ യുവജന സംഘടനകളുണ്ട്. അന്ന് ആദ്യമായിട്ട് യുവശക്തി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായി. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അംഗമായി. അതിൻ്റെ അകത്ത് അംഗമായിരുന്നപ്പോൾ അന്ന് ഞങ്ങളുടെ ഈ ഡയറക്ടർമാരായിട്ട് വരുന്നവർക്കായിട്ട് നല്ല ഇടപെടലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നാൾ അതിൻ്റെ ഭാരവാഹികളുമായിട്ടിരുന്നു. അപ്പോൾ നൂതനങ്ങളായ ഒത്തിരിയേറെ പദ്ധതികളും പരിപാടികളും ആത്മാർത്ഥമായിട്ട്, ഇപ്പം നമ്മൾ ഒന്നിച്ച് നിന്നാൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റി. അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന്
നമുക്കൊരു ബോധ്യം വന്നത് അന്നാണ്. അപ്പോൾ ജനപ്രതിയായതിനു ശേഷം ആഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട്, പഞ്ചായത്തിൽ ഒത്തിരി പരിമിതികളുണ്ട്, കക്ഷി രാഷ്ട്രീയമുണ്ട്. അങ്ങനെ അത്ര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പഞ്ചായത്ത് രാജ് നിയമത്തിലുണ്ട്. പഞ്ചായത്ത് രാജിൻ്റെ അകത്ത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് സഹായമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള വകുപ്പുകളുണ്ട്. നമ്മളത് ശരിയായിട്ട് പഠിച്ച് വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമേ. ഈ 25 വർഷവും നമ്മളെ തന്നെ മുന്നോട്ട് നയിച്ചൊരു ഘടകം എന്തായിരിക്കും? അത് ഞാൻ കണ്ടുപിടിച്ച ഒരു മാതൃക എന്ന് പറയുന്നത് എൻ്റെ പാർട്ടി. ഞാൻ കേരള കോൺഗ്രസ് മാണിയുടെ ആളാണ്, മാണി സാറാണ്. ചെറുപ്പം തൊട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ KICയുടെ പ്രവർത്തനമായിരുന്നു. അപ്പോൾ മാണി സാറിനെ ഞാൻ അന്ന് കാലത്ത് നിന്ന് കാണും. ഞാൻ യുവാവായിട്ട് കോളേജിൽ പഠിക്കുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് അദ്ദേഹവുമായിട്ട് കാണാനോ വർത്തമാനം പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനോ ഉള്ള അവസരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ഒരാൾ പോലും നിരാശനായിട്ട് മടങ്ങുന്ന കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് നമ്മളൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവർക്കും നടത്തി കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കാര്യങ്ങൾ പറയും, കേൾക്കും, മനസ്സിലാക്കും. എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടെങ്കിൽ ആ പോംവഴി വെച്ച് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കും. അപ്പം ഇനി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഒരാൾ പോലും സാറിൻ്റെ അടുത്ത് വന്നിട്ട് നടന്നില്ലല്ലോ എന്നൊരു ചിന്തയില്ല, സന്തോഷത്തോടു കൂടിയേ പോയിട്ടുള്ളൂ. അത് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കില്ല. അപ്പം ഞാൻ ആ സാറിനെ ഞാനും പോളിസി ആയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്തൊരു ഇതൊക്കെ ബന്ധപ്പെട്ടു പഞ്ചായത്ത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ബന്ധമുള്ളൂ. വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവരോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിൻ്റെ നമുക്ക് അനധികൃതമായിട്ടൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കുള്ള അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. പറ്റിയല്ലാത്ത കാര്യത്തിനാണെങ്കിൽ അവർക്ക് എൻ്റെ കാര്യകാരണ സാധ്യത അവരെ ബോധ്യപ്പെടുത്തണം. ഇന്ന സാധ്യത നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പരാതിയില്ല. അതേസമയം അവർ വരുമ്പോഴെല്ലാം ഞാൻ ഏറ്റു പൊക്കോ എന്ന് പറഞ്ഞ് വിടുകയും അവർ പല പ്രാവശ്യം നടക്കുകയും അവരുടെ കാര്യങ്ങൾ നടക്കാണ്ട് വരികയും ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ വിശ്വാസമില്ലാണ്ട് വരും. അങ്ങനെ നമ്മൾ അവരെ പറ്റിച്ചു എന്നൊരു തോന്നൽ വരല്, നമ്മുടെ അടുത്ത് വരുന്ന ആളെ പറ്റിച്ചു എന്നൊരു തോന്നൽ വരല്, അവരെ സഹായിച്ചു അല്ലെ നമ്മൾ ആത്മാർത്ഥത കാണിച്ചു എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുക എന്നല്ല, ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ്. ആത്മാർത്ഥത കാണിച്ചാൽ അവർക്ക് ബോധ്യപ്പെടും. നമ്മളവരെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ശൈലി എന്നല്ല ഞാൻ ഏറ്റു പൊക്കോ എന്ന് പറഞ്ഞ് പോകുമ്പം അത് താൽക്കാലികം. അതൊക്കെ തൽക്കാലം വേണം അവരെ പറ്റിക്കാൻ, പക്ഷേ സ്ഥിരമായിട്ട് പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളെപ്പറ്റി നല്ല ബോധ്യമുള്ളവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുമാണ്. അതതിൻ്റെ പ്രധാന കാര്യം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നുവരെ രാഷ്ട്രീയത്തിൽ നിന്നിട്ടുണ്ട് സത്യസന്ധമായിട്ടല്ലാത്ത ഒരു കാര്യത്തിലും. 25 വർഷവും സത്യസന്ധമല്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ കൂടി. ഇപ്പോൾ ഒരാൾ വന്ന് അവിഹിതമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ അത് ഇന്ന കാര്യങ്ങൾ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും കൂട്ട് നിന്നിട്ടുമില്ല. അതിൻ്റെ പേരിൽ ആർക്കും എന്നോട്ട് അന്ന് ചെയ്തു തന്നില്ലല്ലോ എന്ന് പറഞ്ഞാലും പിന്നീട് ഞാൻ ചെയ്തതാണ് ശരിയെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാണി സാറിൽ നിന്ന് ഒരു ഇൻസ്പയർഡായി എന്നൊക്കെ പറയാവുന്ന കാര്യം ഇത് തന്നെയാണോ? അത് തന്നെയാണ്. അത് കൂടാതെ ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിലൊക്കെ വേറെ എന്തൊക്കെ കാര്യം ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? മാണി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, വലിയ അംബീഷനുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഗുണകരമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ബഡ്ജറ്റിൽ കൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാവനയാണ്, അദ്ദേഹത്തിൻ്റെ കഴിവ്. അത് തന്നെ ഭാവന ബഡ്ജറ്റിൽ കൂടെ കേരളത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ വ്യക്തിത്വമാണ്. ഞങ്ങളെയൊക്കെ പേരെടുത്ത് വെല്ലുവിളിക്കും. എന്നെയൊക്കെ ചെറുപ്പം തൊട്ട് കണ്ടറിയാം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ടില്ലെങ്കിലും ഞാൻ പൊതു ആവശ്യവുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ അന്ന് ഇലക്ഷൻ്റെ സമാപനവുമായി ബന്ധപ്പെട്ട് കൊള്ളനാട്ട് വലിയ പ്രകടനവും പൊതുയോഗമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രകടനത്തിനും പൊതുയോഗത്തിനും വന്ന് അദ്ദേഹമാണ് വന്നത്. മാണി സാറാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. ആ വന്നപ്പോൾ ഞങ്ങളെല്ലാം നേരിട്ട് പേരെടുത്ത് പറഞ്ഞ് ആൾക്കാർക്ക് പരിചയപ്പെടുത്തി. അന്നോട്ടുള്ള അടുത്ത ബന്ധം, പേഴ്സണൽ ബന്ധം അന്നോട്ടാണ് ഉണ്ടായത്. ഇപ്പോൾ യുവാക്കളോടൊക്കെ അന്ന് എങ്ങനെയായിരുന്നു? വലിയ സ്നേഹം. ഞാനന്ന് യുവാവാണ്, വളരെ ചെറുപ്പമാണ്. അപ്പോൾ അന്ന് തൊട്ട് നമ്മളെ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സ്നേഹം. ഈ തുടക്കകാലത്തൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായി വരുമല്ലേ, എങ്ങനെ ഇതിൽ ജനപ്രതിനിധിയായി തുടരണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. മാത്രമല്ല എല്ലാ ജനപ്രതിനിധികൾക്കും വിഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും മുന്നേ പോയ ഒരു വഴി പിന്തുടർന്ന് പോവുക ചെയ്യുക. പക്ഷേ താങ്കളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി വഴിവെട്ടിയെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ഈ 25 വർഷത്തിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു തുടക്കത്തിൽ ആ ഒരു വിഷനൊക്കെ?
ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ആദ്യത്തെ ഒരു ടേം എന്ന് പറയുന്നത് 5-5. അപ്പുറം നല്ല പ്രഗത്ഭരായ ആൾക്കാർ തന്നെയായിരുന്നു പഞ്ചായത്തിൻ്റെ ഭരണഭാഗത്തിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഞാനും 3 വനിതകളും വേറെ ഒരു പുരുഷൻ, ഞങ്ങളത്ര. അപ്പം സെറ്റപ്പ് അതായത് അപ്പം നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാവരും ഞങ്ങൾ 5 പേരും പുതുമുഖങ്ങളായിരുന്നു, മുന്നേ എക്സ്പീരിയൻസ് ഇല്ലാത്തവരായിരുന്നു. അപ്പം പുതുമുഖങ്ങളായ ഞങ്ങൾ 5 പേരെ ഞാൻ നയിച്ചപ്പം ഇത് മുഴുവൻ പഠിച്ച് കൃത്യമായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ചു. പഞ്ചായത്തിലെ അന്നത്തെ നേതൃത്വവുമായി പരമാവധി സഹകരിച്ചു. തെറ്റായ കാര്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള നിലപാടുകളെടുത്തു, തിരുത്തിച്ച്. അപ്പം നല്ലൊരു ഒത്തിരിയേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ ആ 5 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അന്നാണ് കുറളങ്ങാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഈ എല്ലാ പഞ്ചായത്തിലുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ കുടിവെള്ള പദ്ധതികളാണ് ഉള്ളത്. കുറളങ്ങാട് പഞ്ചായത്തിൽ അന്ന് കുടിവെള്ള ക്ഷാമത്തിന് വലിയ വിഷയമുണ്ട്. പൊങ്ങിന്താന്ന് നടക്കുന്ന ഉയരമുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കുക എന്ന സംവിധാനം അന്നാണ് ആരംഭിക്കുന്നത്. അന്നേരം ഓരോ വാർഡുകളിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും താഴത്തെ സ്ഥലത്ത് കുളം കുത്തി മുകളിലത്തെ സ്ഥലത്ത് ടാങ്ക് വെച്ച് ആവശ്യക്കാർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് അന്നാണ് ഉണ്ടായത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് അന്നേരം കുളം കുത്തണമെങ്കിൽ കുളത്തിനുള്ള സ്ഥലം സൗജന്യമായിട്ട് കിട്ടണം, ടാങ്ക് പണിയണമെങ്കിൽ അതിനുള്ള സ്ഥലം സൗജന്യമായിട്ട് കിട്ടണം, ഇതിൻ്റെ ഫണ്ടുണ്ടാകണം. അതൊരു വലിയ ടാസ്ക്കാണ്. ഗുണഭോക്താക്കളുടെ വിഹിതം വേണം. അന്ന് 20% ഗുണഭോക്താക്കളുടെ വിഹിതം വേണം. അപ്പോൾ ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തി 20% അവരുടെ മൊത്തം എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അതിൻ്റെ 20% ഗുണഭോക്തൃ വിഹിതം ഇവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കി ഇത് മുഴുവൻ പണിതെടുക്കുക എന്ന് പറഞ്ഞൊരു വലിയ ടാസ്ക്കായിരുന്നു ഞങ്ങളൊക്കെ ആയിത്തീർന്നു. അതാണ് ഒരു ഗ്രൂപ്പിനെ സംഘടിപ്പിച്ച് വേണം ചെയ്യാൻ. അത്രയും ഗുണഭോക്താക്കളെയൊക്കെ സംഘടിപ്പിച്ച് അതിനകത്ത് പല രാഷ്ട്രീയ പാർട്ടിപ്പെടുന്നവരൊക്കെ അതിനതീതമായിട്ട് ഇടപെടുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. അന്ന് അങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങൾ 19 കുടിവെള്ള പദ്ധതികൾ കുറളങ്ങാട് പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലുമായിട്ട് ആ ഒരു ടേം തൊട്ട് ഇന്ന് വരെ നല്ല നിലയിൽ പ്രവർത്തിക്കും. കാരണം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമില്ല. വേനൽക്കാലം ആകുമ്പോൾ ഈ കുടിവെള്ള പദ്ധതി നിന്നൊക്കെ കൃത്യമായിട്ട് വെള്ളം വിതരണം ചെയ്ത് പോകുന്നുണ്ട്. അത് ഒരു എൻ്റെ മാത്രമല്ല, ആ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങളെല്ലാവരുടെ പൊതുവായിട്ട് നല്ല നില. ഇപ്പം ഞങ്ങളുടെ വാർഡുകളിലും ഭരണകക്ഷിയുടെ വാർഡുകളിലും ഒക്കെ, അല്ലാണ്ട് ഒരു ആളുടെ മാത്രം വാർഡിലില്ല, എല്ലാ വാർഡുകളിലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതാണ് ഒരു കൂട്ടായ ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ പഞ്ചായത്ത് ഭരണത്തിലിരിക്കുമ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും യോജിച്ച് നല്ല നിലപാടുകളെടുത്താൽ ചെയ്യാൻ പറ്റുന്നതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഭരണകക്ഷിയുടെ മാത്രം വാർഡുകളിലല്ല നടന്ന്, പ്രതിപക്ഷത്തിൻ്റെ വാർഡുകളിൽ നടന്നു. എല്ലാവരുടെയും കാര്യത്തിൽ വലിയൊരു ഇടപെടൽ അന്ന് ഉണ്ടായി. കുറളങ്ങാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസറ്റാണ്. അതേസമയം ഞാൻ ആദ്യം പഞ്ചായത്ത് പ്രസിഡൻ്റായത് 2005-2010 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്ന് കേരളത്തിൽ മൊത്തം ഉണ്ടായിരുന്ന ഒരു വിഷയം മാലിന്യ സംസ്കരണം. അപ്പം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ചെറിയ ടൗണുകൾ നേരത്തെ ചെറിയ ടൗണുകളിൽ നിന്ന് വലിയ ടൗണുകളായിട്ടൊരു മാറ്റം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വികസിതമായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ മാർക്കറ്റുകളുണ്ട്, ബസ് സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡുകളും മാർക്കറ്റുകളും ഉണ്ടാകുമ്പോൾ അതോടനുബന്ധിച്ച് മാലിന്യ കേന്ദ്രങ്ങളും ഉണ്ടാകുക, അറവുശാലകൾ, മത്സ്യ മാർക്കറ്റ്, ഇവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് അതൊക്കെ ആദ്യമൊക്കെ അതിലൊക്കെ ഇട്ട് കഴിഞ്ഞ് പട്ടിയൊക്കെ എടുത്തുകൊണ്ട് എല്ലാം ഒരു ദുർഗന്ധപൂരിതമാകുന്ന സാഹചര്യത്തിൽ മാലിന്യ സംസ്കരണം വലിയ വിഷയം. ഞങ്ങളുടെ പഞ്ചായത്തിലും അത് തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൽ വന്നു കഴിഞ്ഞപ്പം ഈ സംസ്കരിക്കുന്നതിന് ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ എല്ലാ വീടുകളിലും വേണം, പൊതുസ്ഥലങ്ങളിലൊക്കെ വേണം എന്നുള്ള ഗവൺമെൻറ് നയമുണ്ട്. അങ്ങനെ നയമുണ്ടായെങ്കിൽ പോലും അതിനൊരു മോഡൽ കൃത്യമായിട്ട് പറയാനായിട്ട് ഗവൺമെൻറ്റിനോട്ട് പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ പത്തനാപുരം അവിടെ പോലൊരു ഭാഗത്ത് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ഇങ്ങനെ വൈദ്യുതി ഗ്യാസ് വൈദ്യുതിയായി കൺവേർട്ട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് എനിക്കൊരറിവ് കിട്ടി. ഞാൻ പഞ്ചായത്തിലെ മെമ്പർമാരെല്ലാം കൂട്ടി അവിടെ പോയി ഇത് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടു. ബയോടെക് എന്ന് പറഞ്ഞൊരു ഏജൻസിയായിരുന്നു. അവരെ കുറളങ്ങാട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ച് ബോധ്യപ്പെടുത്തിയപ്പം അതിനുള്ള മാർക്കറ്റിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊടുത്തു. അന്ന് തന്നെ അതിന് 10-15 ലക്ഷം രൂപയോളം മുടക്ക് വന്നു. അവർ കൃത്യമായിട്ട് അത് പഞ്ചായത്തിൻ്റെ ഫണ്ട് വേണ്ടി വന്നില്ല. പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിന് തികയല്ലോ. ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷൻ അതിൻ്റെ ഫുൾ ഫണ്ട് തന്നു. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ടല്ല, ശുചിത്വ മിഷൻ്റെ ഫണ്ടാണ്. അത് പ്രവർത്തനം ആരംഭിച്ചു. ഞാൻ അവരുമായിട്ട് അടുത്ത് ഒരാളെ ട്രെയിനിയായിട്ട് വിട്ടു. അവിടെ പോയി ഇതെല്ലാം പഠിച്ച് ആ ആളിൻ്റെ ഉത്തരവാദിത്വം ഇതങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ ട്രെയിനിയായിട്ട് നിൽക്കുന്ന ആൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം പുള്ളി എന്നെ വ്യക്തിപരമായ ആവശ്യമുണ്ടെങ്കിലും കൃത്യമായിട്ട് ഇന്ന് തൊട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം പിന്നെ 2008
2008 2009. ഇപ്പം നമുക്ക് 10-17 വർഷമായി. അതെ. ഇന്ന് കേരളത്തിൽ ഇപ്പോഴും അവിടെ 75 ലൈറ്റുകൾ അവിടെ നിന്ന് പ്രകാശിക്കുന്നുണ്ട് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന്. ഈ കേരളത്തിൽ പല സ്ഥലത്തും ഇതുപോലെ അന്ന് ബയോഗ്യാസ് പ്ലാന്റ് എന്നും പറഞ്ഞ് എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാക്കി. അതെല്ലാം 1 വർഷം കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ ഇട്ട് അത് നിറഞ്ഞ് അത് പിന്നെ ഒരു ബാധ്യതയായിട്ട് എല്ലാ പഞ്ചായത്തുകൾക്കും മാറി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊള്ളയാണ്ട് ഇന്നും 17 വർഷമായിട്ട് ആ പ്ലാന്റ് നല്ല പ്രവർത്തിക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം അത് നിറഞ്ഞ് അങ്ങനെ നിറയില്ല. എന്നാൽ അത് പിന്നെ അതിൻ്റെ അകത്ത് പൊക്കി ഇതെല്ലാം ക്ലിയറാക്കി വീണ്ടും ഇതുകൊണ്ട് ആനുവൽ മെയിൻ്റനൻസൊക്കെ അടുത്താൽ അത് അവിടെ നിൽക്കുന്ന ആ സർവീസിന് നമ്മൾ നിയോഗിച്ച ആളിൻ്റെ ആത്മാർത്ഥതയുണ്ട്. അത് പ്രധാന കാര്യം. പിന്നെ അവരുടെ ശമ്പളത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നതല്ല, പുള്ളി നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അത് നല്ല നിലയിൽ പ്ലാന്റ് കേരളത്തിന് തന്നെ മാത്രമേ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഇത് കാണാനായിട്ട് പലരും വന്നു പോകുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും അത് അവിടെ പോകുമ്പോൾ അത് കാണുമ്പം വളരെ മനസ്സിന് സന്തോഷം. കാരണം പിന്നെ 17 വർഷമായിട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അഭിമാനകരമായ കാര്യമാണ്. അത് മറ്റ് പഞ്ചായത്തുകൾക്ക് പറ്റാത്ത പലരും വന്ന് നോക്കിയിട്ട് പോയിട്ട് അവിടെ നടപ്പിലാക്കുന്നതിൻ്റെ ഇതിലേക്ക് വരുമ്പം അത് പ്രായോഗികമാകുന്നില്ല. ഇപ്പോൾ ബയോഗ്യാസിൻ്റെ പറഞ്ഞ പോലെ തന്നെ സാധാരണഗതിയിൽ റോഡ് വികസനം അല്ലെങ്കിൽ വെള്ളം ലഭ്യമാക്കുക എന്നുള്ളതൊക്കെയാണ് പഞ്ചായത്ത് തലത്തിലൊക്കെ കൂടുതലും മെമ്പർമാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. അതിൽ നിന്ന് മാറി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു ചിന്ത ഉണ്ടാവുക, അതിനുവേണ്ടി റിസർച്ച് നടത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെങ്ങനെയാണ് സാധ്യമായത്? അത് സാധ്യമാകുന്ന പറഞ്ഞാൽ ഈ ഗവൺമെൻറ് നയങ്ങളുണ്ടാകും. അതെല്ലാം പഞ്ചായത്തുകൾക്ക് അതങ്ങനെ ചെയ്യണം. ഈ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടാക്കണം, അതിന് ശുചിത്വ മിഷൻ്റെ ഫണ്ട് അഡീഷണലായിട്ട് ലഭ്യമാകുന്നൊക്കെ പറഞ്ഞ സർക്കിളൊക്കെ എല്ലാ പഞ്ചായത്തിലും വരുന്നുണ്ട്. അത് നമ്മളൊന്ന് വായിച്ച് നോക്കാം. വേണ്ടാത്ത പൊല്ലാപ്പ് പിടിക്കുന്നത് എവിടെ എന്നാ നടക്കാനാണ് എന്നോർത്തന്നെ അത് മാറ്റി വെക്കുക. അപ്പം ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന സർക്കിളർ അനുസരിച്ച് സാധ്യതകൾ നമ്മൾ വിനിയോഗിച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഫണ്ടാണ് വരുന്നത്. ഞാൻ ഈ പ്ലാന്റിൻ്റെ പണി അന്ന് ഏറ്റെടുത്തപ്പോൾ നമുക്കന്ന് 15 ലക്ഷം രൂപ ശുചിത്വ മിഷൻ്റെ അഡീഷണൽ കിട്ടി നമുക്ക് ചെയ്യാൻ പറ്റി. ഇത് ആ ഫയൽ മടക്കി വെക്കുവാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. സാധ്യതകൾ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് മനസ്സിലുള്ളതെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഈ പഞ്ചായത്ത് രാജിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പിന്നെ നയങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒപ്പം നിന്നാൽ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ പറ്റും. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ അത്തരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? വിദ്യാഭ്യാസ മേഖലയെന്ന് പറയുമ്പോൾ പഞ്ചായത്തുകൾക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് LP സ്കൂള് 7ാം ക്ലാസ് വരെയുള്ളതാണ്. 7ാം ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കുള്ള സംവിധാനത്തിൻ്റെ നടത്തിപ്പ് ചുമതല എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെയുള്ള ഇടപെടലില്ല. അപ്പോൾ ഈ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറി അംഗൻവാടി സംവിധാനമാണ്. അപ്പോൾ അത് പാവപ്പെട്ട പണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ കുട്ടികളെയൊക്കെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ വിടാൻ പറ്റും. പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചുള്ള അവർ 3 വയസ്സാകുമ്പോഴത്തേനും അവരെ അംഗനവാടികളിലേക്കാണ് വിടുന്നത്. അവർക്ക് ഏറ്റവും നല്ല സൗകര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളുടെ പ്രാഥമിക ചുമതലപ്പെടുന്ന കാര്യമാണ്. അപ്പം നേരത്തെയൊക്കെ ഇത് ഈ അംഗനവാടികളെല്ലാം പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും വാടക കെട്ടിടത്തിലോ കുഞ്ഞു ഷെഡുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ സ്ഥിരമായ സ്വന്തമായ കെട്ടിട സൗകര്യം ഉണ്ടാകുക, സ്ഥലവും കെട്ടിടം ഉണ്ടാകുക എന്നുള്ള എല്ലാ അംഗനവാടികളിലും വികസനത്തിന് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊള്ളങ്ങാട് 18 അംഗനവാടികളുണ്ടായിരുന്നു. ഈ അംഗനവാടികൾക്കൊക്കെ ഈ സ്ഥല സൗകര്യങ്ങളെല്ലാം ഉണ്ടായതും കെട്ടിടങ്ങളൊക്കെ ഉണ്ടായതും നമ്മൾ ഈ 2000-ന് ശേഷമാണ്. 2000 തൊട്ടുള്ള ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിന് സ്ഥലം ലഭ്യമാകുക എന്നുള്ളതാണ്. അപ്പോൾ സ്ഥലം ലഭ്യമാകണമെങ്കിൽ വേണം നമുക്ക് വിലയ്ക്ക് മേടിക്കാം. അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാകും. ഗവൺമെൻറ് ഇട്ടിരിക്കുന്ന വിലയൊന്നും ഈ വിലയ്ക്കൊന്നും സ്ഥലം കിട്ടിയല്ല. അപ്പോൾ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ സൗജന്യമായിട്ട് കിട്ടണം. അപ്പോൾ നമ്മളന്ന് അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അംഗനവാടി ഉണ്ടെങ്കിൽ അതിൻ്റെ മെമ്പർക്ക് ജനങ്ങളോട് വിശ്വാസം ഉണ്ടായിരിക്കണം. പഞ്ചായത്തിന് ജനങ്ങളിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ നമുക്ക് ആ പ്രദേശത്ത് അനുയോജ്യമായ വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ സ്ഥലം സൗജന്യമായിട്ട് കിട്ടുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മരിച്ച് പെട്ടെന്ന്, അപ്പോൾ ഒരു ഫീലിങ്ങിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ പുള്ളിയുടെ മക്കളെ കണ്ടാൽ നമുക്ക് പിതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മാതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു 3 സെൻറ്റ് സ്ഥലം തരാമെങ്കിൽ അവരുടെ പേരിലൊരു അംഗനവാടി സ്മാരകമായിട്ട് നിർമ്മിക്കാം, പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് മുടക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ സ്ഥലം തരും. അപ്പം നമുക്കവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു 10-14 അംഗനവാടിക്ക് അങ്ങനെയാണ് സ്ഥലം കിട്ടിയത്. അവരുടെ പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് അവർ സൗജന്യമായിട്ട് സ്ഥലം തരും. അങ്ങനെ സ്ഥലം തന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് അംഗനവാടിയിൽ പഠിക്കുന്ന ഫണ്ടിന് ഒരു പ്രശ്നമില്ല. പഞ്ചായത്തിൻ്റെ ചെറിയൊരു വീതം മതി. പല സോഴ്സിൽ നമുക്ക് ഫണ്ട് കിട്ടും. നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തുകൾക്കും ഇങ്ങനെ അംഗനവാടികൾ നിർമ്മിക്കുന്നതിന് ഫണ്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. MLA യുടെ ഫണ്ട് മേടിക്കാം, MP യുടെ ഫണ്ട് മേടിക്കാം.
ഇപ്പോൾ ഈ ICDSുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മാതൃകാ അംഗനവാടികൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്. 32 ലക്ഷം രൂപ വരെ ഇപ്പം കിട്ടും, സൗകര്യങ്ങളുണ്ടാക്കി കൊടുത്താൽ മതി. ഇനി അതൊന്നുമില്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി എല്ലാവരുമൊക്കെ ഇതിനെ ഒരു തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വികസനത്തിന് സഹായകമായ പദ്ധതി എന്ന് പറയുന്നത് തൊഴിലുറപ്പ്. പൊള്ളയാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുഴുവൻ സാധ്യത ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടങ്ങളിൽ പഞ്ചായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അംഗനവാടികൾ നിർമ്മിക്കുന്നതിന് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഒരു വീതം വെച്ച് കഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ബാക്കി പൈസ കിട്ടും. ഈ പൈസ നമ്മുടെ വീതം നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൈമാറി കഴിഞ്ഞാൽ അവർ തന്നെ ടെൻഡർ ചെയ്ത് അവരുടെ സംവിധാനത്തിൽ അംഗനവാടി കെട്ടിടം പണിത് തരും. ഒരു ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ കൂടെ നിൽക്കണം. അവരെ അങ്ങ് ഏൽപ്പിച്ച് അവരെ അതിൻ്റെ അകത്ത് ആ വർക്കുകളൊക്കെ കൃത്യമായി നമ്മളുടെ കൂടെ മേൽനോട്ടത്തിൽ കൃത്യമായിട്ട് നടത്തി കഴിയുമ്പം അംഗനവാടികൾക്ക് സ്ഥലമാവും, കെട്ടിട സൗകര്യങ്ങളുണ്ടാകാം. അപ്പോൾ സ്ഥലം കിട്ടുക എന്നുള്ള പ്രശ്നമേ ഉള്ളൂ അംഗനവാടി നിർമ്മിക്കാൻ. അപ്പം ഞാൻ ഈ അങ്ങനെ കിട്ടാതിരുന്ന സാഹചര്യത്തിൽ എനിക്ക് ഒരു ഇടപെടൽ നടത്താൻ പറ്റി. ഞാനിപ്പോഴും ഓർക്കുക. അതായത് 2 അംഗനവാടികൾക്ക് എന്ത് ചോദിച്ചിരിക്കുന്ന സ്ഥലം കിട്ടുന്നില്ല. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. അതായത് ഈ അംഗനവാടികളുടെ നിർമ്മാണത്തിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങൾ ഉപയോഗയോഗ്യമല്ലാതെ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് ഇത് അംഗനവാടി നിർമ്മിക്കുന്നതിന് വിട്ടു നൽകും എന്നും പറഞ്ഞ് ഒരു സർവ്വമാണ്. അത് എല്ലാ പഞ്ചായത്തുകളിലും വന്നു. അപ്പോൾ നമുക്കും ഇതിൻ്റെ ഇത് കിട്ടി. അപ്പോൾ ഞാനത് ഉള്ളയാണ്ട് ഈ MEIP കനാൽ കടന്നു പോകുന്നുണ്ട്. കനാൽ കഴിയുമ്പം വീതിയുള്ള സ്ഥലത്ത് ഇതിൻ്റെ ഡംപിങ്ങിനൊക്കെ വേണ്ടി കുറേ സ്ഥലം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് ഞാനത് പ്രൊപ്പോസലായിട്ട് എഴുതി ഇവിടെ കൊടുത്ത് ഗവൺമെൻറ്റിൽ പോയി വേണം പാസ്സായി വരാനുണ്ട്. അത് നിരന്തരം. അപ്പോൾ അവർ ആദ്യം ഇവരോട് ഇത് പറയുമ്പോൾ അങ്ങനെ പൊതുസ്ഥലവും തരികയെന്നൊക്കെ പറയും. എന്നാലും നമ്മളതിൻ്റെ അകത്ത് പറയുന്നത് 2 അംഗനവാടികൾക്ക് സ്ഥലം കണ്ടെത്തിയത് ഇങ്ങനെയാണ്. ഈ MEIPയുടെ സ്ഥലം അവർ കനാലിനോട് ചേർന്ന് അവർക്ക് ഡംപിങ്ങിനോട് സ്ഥലം എടുക്കുക. അവിടെ നല്ല മനോഹരമായ 2 അംഗനവാടി നിർമ്മിച്ചു. അപ്പോൾ ഇങ്ങനെ സ്ഥലം കണ്ടെത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ കിടക്കുകയാണുള്ളൂ. അപ്പോൾ നല്ല നിലയിൽ ഒരു അംഗനവാടിക്ക് ഒഴിക്കുമ്പോൾ ബാക്കി മുഴുവൻ അംഗനവാടിക്കും ഇപ്പം കൊള്ളയാട് സ്ഥലവും കെട്ടിടമായി. അത് ഇനി ഒരു അങ്ങനെ 7-ാം വാർഡ് എന്ന് പറഞ്ഞ ഒരു അംഗനവാടിക്ക് വരാതെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ അതിനകത്ത് താല്പര്യം കാണിച്ചിരുന്നെങ്കിൽ എത്രയോ പണ്ട് നടന്നു പോകേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ കെട്ടിട സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ICDS അതിൻ്റെ അംഗീകാരം പോലും റദ്ദാക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് പോയി. അപ്പം അത് അവിടെ അലംഭാവം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. കൃത്യമായിട്ട് നമുക്കിത് നല്ല നിലയിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമായിരുന്നു. സ്ഥലത്തിന്റെ കാര്യം തന്നെയാണ് പല പദ്ധതികളുടെയും മുന്നിലൊരു ചോദ്യചിഹ്നമായി നിൽക്കാറുള്ളത്. എല്ലാ നീക്കുപോക്കും ഉണ്ടായി കഴിഞ്ഞാലും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവസാനം അത് ഉപേക്ഷിക്കേണ്ട സ്ഥിതിയൊക്കെ പല സ്ഥലങ്ങളിലും വരാറുണ്ട്. വേറെ ഏതൊക്കെ പദ്ധതികളിൽ നമുക്ക് ഈ സ്ഥലം അതായത് കുറളങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പൊതുസ്ഥലങ്ങൾ ഇല്ലാത്തൊരു സ്ഥലം, മറ്റു കാര്യങ്ങൾക്കൊന്നും സ്ഥലമില്ല. എനിക്ക് പല രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞു. കൊള്ളയാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നത് ഈ മഴ വന്നു കഴിഞ്ഞാൽ കൊള്ളയാണ്ട് പള്ളിക്കവല ഭാഗത്ത് വാഹനം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. തൊട്ട് താഴെ ഒരു 100-150 അകലെയായിട്ട് തോടും ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ റോഡിൽ വരുന്ന വെള്ളം തോട്ടിലേക്ക് എത്തുന്നതിനുള്ള താമസമാണ് ഇവിടെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ ഒരു അന്വേഷണമൊക്കെ നടത്തി ഒരു നിമിഷം നടത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ആ വെള്ളം ചെറിയ ഓടയിൽ കൂടെ ഒഴുകി പോകുന്നതിന് പകരം വിശാലമായ വീതിയുള്ള കനാൽ പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഒഴുകി പോകും. അപ്പം ഞാനതിന് മുഴുവൻ പ്രൈവറ്റ് പാർട്ടിക്കാരുടെ സ്ഥലമാണ്, അവരാരും ഓടയ്ക്കൊന്നും സ്ഥലം തരികയില്ല എന്നാണ് വെപ്പ്. പക്ഷേ ഞാൻ പ്രസിഡൻ്റായ സമയത്ത് അവിടെ ഒരു 5 തോട്, ഇവിടെ ഏറ്റവും ഒരു കലുങ്ക് തുറന്ന് വിടുന്ന അവിടെ നിന്ന് തോട് വരെയുള്ള ദൂരം 105 മീറ്ററുണ്ട്. 5 സ്ഥലം അവിടെ മുകളിലുണ്ട്. ഞാൻ അവരെ പോയി അവർക്ക് 1-2 പേർക്ക് അവിടെ കടയുള്ളവരാണ്. വർഷകാലമാകുമ്പോൾ അവരുടെ കടയിലും വെള്ളം കയറുക. അപ്പോൾ ഞാൻ അവരുമായിട്ട് കണ്ട് നിരന്തരമായി സംസാരിച്ച് അതിൽ ഒരു കനാൽ നിർമ്മിക്കുന്നതിന് വേണ്ടി അവരുമായിട്ട് ചർച്ച നടത്തി. ഒത്തിരി ദിവസങ്ങളോളം ഇതിങ്ങനെ പറഞ്ഞ് അവരെ അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി. അപ്പോൾ സ്ട്രെയിറ്റായിട്ട് ഒരു കനാൽ കൊണ്ടുണ്ട്, വളമൊന്നുമില്ലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ ആ സ്ഥലം പഞ്ചായത്തിന് സറണ്ടർ ചെയ്തു. അപ്പോൾ അവർ ഞാൻ പറഞ്ഞ കണ്ടീഷനിൽ താഴെ കനാലിൻ്റെ മുകളിൽ സ്ലാബിട്ട് മൂടും. അതിൻ്റെ മുകളിൽ കൂടെ ഇവർക്ക് വാഹനം ഉപയോഗിക്കാം, ഒരു വഴി പോലെ. അപ്പോൾ അതിൽ ഒരു വഴിയായി കനാലുമായി. അപ്പോൾ അത് സമ്മതിച്ചു. അപ്പം സാറിന് ഈ കനാലിൽ ഓടയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ചെറിയ സ്ലാബല്ലേ ഇടുന്നത്. ഇത് അതിൻ്റെ മുകളിൽ വാഹനം ഓടിക്കാവുന്ന രീതിയിലുള്ള കട്ടിയുള്ള സ്ലാബ് ഉണ്ടാക്കി ഈ 100 മീറ്ററും ഓടയുണ്ടാക്കി നമ്മൾ ഈ സ്ലാബ് ഇട്ട് കഴിഞ്ഞപ്പം അവർക്ക് വഴിയായി
നമുക്ക് കനാലുമായി. ഇതൊരെണ്ണം നടത്തിയപ്പോഴത്തേനും അവിടുത്തെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഒരു 60% പരിഹരിക്കാൻ പറ്റി. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ചെറിയ വെള്ള പ്രശ്നം ഉണ്ടായാൽ പോലും പെട്ടെന്ന് വെള്ളം ഒഴുകിപ്പോയി കടകളിൽ വെള്ളം കയറുന്ന സംവിധാനം ഒഴിവായി. ഇതിലൂടെ ചെയ്തിരുന്നെങ്കിൽ പൂർണ്ണമായിട്ട് അവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പറ്റി. അതിനകത്ത് എനിക്കൊരു ദുഃഖമുണ്ട്. കാരണം ആ പുള്ളിയുടെ സമ്മതിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങൾ പോയി. അപ്പം അതിനകത്ത് നിസ്സാര പൈസയല്ല, അതുകൊണ്ട് 27 ലക്ഷം രൂപയോളമായി ഇത് അങ്ങ് പൂർത്തീകരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പഞ്ചായത്തുകളും അല്ലെങ്കിൽ നാട് ഗ്രാമപ്രദേശമൊക്കെ എടുത്തു കഴിഞ്ഞാൽ യുവാക്കൾ ഇപ്പോൾ പുറത്തൊന്നും കാണാനില്ല. യുവാക്കൾ പൊതുരംഗത്ത് ഇറങ്ങുന്നില്ല, നാട്ടിലെ പ്രവർത്തനങ്ങൾ സജീവമല്ല എന്നൊക്കെ മുതിർന്നവരെപ്പോഴും പരാതി പറയും. യുവാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് എൻ്റർടൈൻ ആവാനുള്ള എന്താണ് നാട്ടിലുള്ളത്. അപ്പം പലപ്പോഴും വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥ, മൊബൈലിലേക്ക് ചുരുങ്ങേണ്ട ഒരവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതിന് എങ്ങനെയൊന്ന് ഓവർകം ചെയ്യാൻ, എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നുള്ളത്? അത് ഈ യുവാക്കൾ രംഗത്തില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ല. നമ്മളവരെ സംഘടിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിപ്പോൾ ഈയിടെ നടന്നൊരു സംഭവം എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പാർട്ടിയുടെ നേതാവ് എന്നുള്ള ജോസ് കെ മാണിയാണ്. അപ്പം യുവാക്കൾ ഒന്നും ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ പാർട്ടിയുടെ പരിപാടിക്കൊക്കെ ഒരു മുതിർന്ന ആളാണ് വരുന്നത്, 40-50 വയസ്സിൽ പൊക്കത്തിലുള്ളവരാണ്. അപ്പം ചെറുപ്പക്കാരുടെ ഒരു അഭാവം ശ്രദ്ധയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ് കടുത്തിരുത്തിയില്ല, ഞാൻ കടുത്തിരുത്തിയുള്ള അവിടെ യുവാക്കളുടേതായിട്ടുള്ള ഒരു മീറ്റിങ്, ഒരു യോഗവും ഒക്കെ വെക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ചുമതലപ്പെടുത്തിയത്, നിങ്ങൾ ഓരോ വാർഡിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് 15 യുവാക്കളെ, ഒത്തിരി ഒന്നും, ഒരു വാർഡിൽ നിന്ന് 15 യുവാക്കളെ വെച്ച് കടുത്തിരുത്തി പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായത്തിൽ നിന്നും സംഘടിപ്പിക്കാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തി. മുതിർന്ന ആൾക്കാർ, ചെറുപ്പക്കാർ, ഗവൺമെൻറ്റിൻ്റെ KC എന്നൊക്കെ സംവിധാനമുണ്ട്, അവരുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ മേൽനോട്ടം വഹിച്ച് ഞങ്ങൾക്ക് ഓരോ വാർഡിൽ നിന്നും 15 പേര്, ചിലപ്പോൾ 25 പേര് ഞങ്ങളുടെ പട്ടികയനുസരിച്ച് സംഘടിപ്പിച്ചു. 2000-ലധികം ആൾക്കാരെ ഞങ്ങൾ 40 വയസ്സിൽ താഴെയുള്ള യുവാക്കളെ കടുത്തിരുത്തിയിൽ അണിനിരത്തി പ്രകടനവും പൊതുസമ്മേളനമൊക്കെ നടത്തി. അവർ വളരെ ഹാപ്പി. അപ്പം ഞങ്ങളുടെ പാർട്ടിക്ക് ആ ഒറ്റ പ്രവൃത്തിയോടുകൂടി യുവാക്കളുടെ പാർട്ടിയായിട്ട് മാറി. ഇപ്പോൾ അവരാ ഞങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ഇടപെടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. അത് അപ്പം യുവാക്കളുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ ഒരു ഉപയോഗത്തിലേക്ക് ഇവർ പോകുന്നത് ഒന്നിച്ചു കൂടിയിരുന്ന് വർത്തമാനം പറയാനുള്ള അവസരമില്ല. ഇതെല്ലാം ഈ മൊബൈൽ ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാറ്റിങ്ങിലേക്ക് മാറി. അപ്പോൾ ഇവർ ഒന്നിച്ച് കൂടുന്നുണ്ടെങ്കിൽ തന്നെ ഈ പുകവലിക്കുന്നതിനൊക്കെയാണ്. കുറളങ്ങാട് പഞ്ചായത്തിൻ്റെ ഈ നസ്രത്തിൽ ഭാഗത്ത് അവിടെ ഒരു ഹെൽത്ത് സെൻ്ററൊക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു പഴയ ഒരു കെട്ടിടമോ ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ യുവാക്കൾക്ക് രാത്രികാലമായ വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല, അവർ വന്ന് ഈ ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ട് നാട്ടുകാരുടെ പരാതിയൊക്കെ പ്രശ്നമായി. അപ്പോൾ അവരെൻ്റെ അടുത്തും പരാതി പറഞ്ഞപ്പോൾ ഞാൻ പ്രാവശ്യം അവിടെ ചെന്നു. ഇപ്പോൾ ഈ പിള്ളേരൊക്കെ ആയിട്ട് ഇപ്പം കുറേ പിള്ളേർ നമുക്ക് പരിചയമുള്ള നാട്ടുകാർ പിള്ളേരുണ്ട്. കുറേ ദിവസമൊക്കെ അവരോട് 2-3 ദിവസമൊക്കെ വർത്താനം പറഞ്ഞപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാക്കാം, നല്ല നിലയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ, ഞാൻ സംവിധാനമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു 9 ലക്ഷം രൂപ വെച്ച് അവിടെ ഒത്തിരി വേസ്റ്റ് ഉണ്ടായിരുന്നു. ആൾക്കാർ കൂടെ വേസ്റ്റ് വിടുന്ന സ്ഥലമായിരുന്നു. ആ വേസ്റ്റൊക്കെ അവിടെ നിന്ന് കോരി മാറ്റി നല്ലൊരു ഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കി. വട്ടത്തിൽ നെറ്റ്, തൊട്ടടുത്ത് വീടൊക്കെ ഉണ്ട്. അപ്പോൾ മന്തടിച്ചാൽ പുറത്തേക്ക് പോകാണെങ്കിൽ വട്ടത്തിൽ നെറ്റും ഒക്കെ ഉണ്ടാക്കി അതിന് മുഴുവൻ ഫ്ലഡ് ലൈറ്റായിട്ട് വൈകിട്ട് തൊട്ടടുത്ത് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിന് ശല്യമില്ലാതെ വൈകുന്നേരങ്ങളിൽ ഒരു 8-9 മണി വരെ കളിക്കത്തക്ക രീതിയിൽ ഫ്ലഡ് ലൈറ്റും ഒക്കെ പിടിപ്പിച്ച്, പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഹൈമാസ്ക് ലൈറ്റും ഒക്കെ വെച്ച് നല്ല വെളിച്ചമായി ഇഷ്ടം പോലെ പിള്ളേർ കളിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞ പ്രശ്നം, എന്നും മഴയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ വരുന്നതിനോട് വന്നു കഴിഞ്ഞാൽ മഴയാണ്. അപ്പോൾ ഒന്ന് ബ്രേക്കായി. ഇനി വേനൽക്കാലത്തെ കളി നടക്കും. അപ്പോൾ കുറേ പുല്ലുമൊക്കെ ആയി. ഇനി ആ പുല്ലൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു കാര്യം, അത് അങ്ങനെ ഇട്ട് ഇന്നതിനെ കഴിഞ്ഞ് ഉപകാരപ്രദം അതൊരു ഇൻഡോർ ആക്കാമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ട്, വലിയ ടൗണിലുള്ള പോലെ വലിയ ഇൻഡസ്ട്രി ഒന്നും വേണ്ട, പക്ഷേ മുകളിൽ മഴ നനയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാമെങ്കിൽ വർഷം മുഴുവൻ അവിടെ കുട്ടികളെ, യുവാക്കളെ ആകർഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അത് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് വരുന്ന ഭരണസമിതികൾക്ക് നിർബന്ധമായും ഏറ്റെടുത്ത് ആലോചിച്ചു. ആദ്യം നമ്മുടെ പ്രാഥമികമായിട്ട് നമ്മൾ ഇപ്പം വന്നതിൻ്റെ കുറവാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊന്നുള്ളത്, ഞാൻ ബന്ധപ്പെടാൻ കഴിഞ്ഞത് കേരളത്തിലെ മൊത്തം ആയിട്ട് അതിൻ്റെ ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയിൽ ഇടപെടാൻ കഴിഞ്ഞത് നമ്മുടെ ഈ MEP കനാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവിടെ മാണിയാവിൽ അതിന് തുരങ്കം നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുരങ്കത്തിൽ കൂടിയാണ് ഒരു 1.5-2 കിലോമീറ്റർ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേയേറെ സ്ഥലം MEP ഏറ്റെടുത്ത് അവിടെ കിടപ്പുണ്ട്. അതും ഉപയോഗമില്ലാണ്ട് ഇങ്ങനെ കിടക്കുക, കല്ലും മണ്ണുമൊക്കെ ആയിട്ട്.
അപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഒരേക്കർ സ്ഥലത്തോളം വരും. നല്ല ഗ്രൗണ്ട്. ഉരുളയാട് പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതു സ്ഥലങ്ങളില്ല. അപ്പം കോളേജിൻ്റെ സ്കൂളിൻ്റെ ഒന്നും ഗ്രൗണ്ടിൽ അവർ പുറത്തുനിന്നുള്ളവരെ കളിപ്പിക്കുകയില്ല. അപ്പോൾ അങ്ങ് വിനോദത്തിനുള്ള ഒരു വേദിയില്ല. പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും കായിക പരിപാടികളൊക്കെ നടന്നാലെല്ലാം ഇവരോടൊക്കെ പോയി മറ്റു പല സ്ഥലങ്ങളിലും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്രൗണ്ട് ആവശ്യമാണ്. ഉരുളയാടിൻ്റെ എല്ലാ ഗ്രാമസഭകളിലും ആവശ്യമാണ്. അപ്പോൾ ഞാൻ അതിനൊരു നിവേദനമൊക്കെ തയ്യാറാക്കി MEIP ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു MEIPയുടെ സ്ഥലം മറ്റ് ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ റൂള്. അപ്പോൾ നമ്മളെന്താ ചെയ്തത്, അത് മന്ത്രി, എനിക്ക് സുഹൃത്താണ്, ഞങ്ങളുടെ പാർട്ടിയുടെ ആളാണ്, ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിനോട് ഞാൻ നിവേദനം കൊടുത്തു. ഞങ്ങൾക്ക് ആവശ്യം ഇതാണ്, ഈ സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ്, അവിടെ വലിയ നിർമ്മിതിയൊക്കെ ഒന്നും പോകുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തിന്, ഞാൻ അന്നേരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്, ഇപ്പം നടന്ന കാര്യമാണ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഉപയോഗാനുമതി തരണം എന്നാണ് പറഞ്ഞു. ആദ്യം ഞാൻ കൊടുത്ത ഫയൽ മുഴുവൻ മടക്കി. അപ്പോൾ ഇതിന് പിന്നെയും കൂടി നടക്കുകയല്ലോ എന്ന് അവർ അന്നേരം എന്നോട് പറയും, AD എടുത്തൊക്കെ പറയും നടക്കുകയല്ലോ, പിന്നെ എന്തിനാണ് കൊടുക്കുന്നത്, അല്ല നടത്താവോ എന്ന് നോക്കട്ടെ, നിങ്ങൾ ഇതിൻ്റെ അത് റിപ്പോർട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അവർ റിപ്പോർട്ട് എഴുതി തന്നു. അത് ഇത് ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്ന് എഴുതണമെന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇത് അങ്ങനെ പറ്റിയല്ലാന്ന് എഴുതാൻ പറ്റുന്നത്, വകുപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെൻറ് നോക്കും. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് അനുകൂലമായ റിപ്പോർട്ടുകൾ എഴുതിച്ച് അത് പല കടമ്പകൾ കടന്ന് തിരുവനന്തപുരത്ത് ചെന്ന് മന്ത്രിയുടെ അടുത്ത് ചെന്ന് അന്നേരം ഈ നിയമം കിടക്കുക. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ ചെന്നപ്പം ചോദിച്ചാൽ അതിന് തൊട്ട് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ അതിന് ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ എതിരെയുള്ള ഒരു ചർച്ച നടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്, ഗ്രൗണ്ടുകളുടെ കുറവുണ്ട്. അപ്പോൾ MEIP വക സ്ഥലം കേരളത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ വെറുതെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ കളിസ്ഥലം നിർമ്മിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ടാൽ അവർക്ക് അനുമതി നൽകാവുന്നതാണ് എന്ന് പറഞ്ഞ് നിയമസഭയിൽ നയം രൂപീകരിച്ചു. അതിൻ്റെ മൂന്നാം പോക്കം നമുക്കവിടെ അനുമതി കിട്ടി. ഞാൻ അന്നേരം തന്നെ ജില്ലാ പഞ്ചായത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പദ്ധതികളുടെ എല്ലാം രൂപീകരണം കഴിഞ്ഞ കാലഘട്ടത്തിലായി വന്നത്. പെട്ടെന്ന് ഒരു 11 ലക്ഷം രൂപ സംഘടിപ്പിച്ച് അവിടെ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് വെച്ചു. അതിൻ്റെ ടെൻഡർ ചെയ്തു, അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. പക്ഷേ ഈ മഴയുടെ ഇത് കാരണം ഇപ്പോഴത്തെ എന്നും മഴയല്ലേ, അതുകൊണ്ട് നമുക്ക് പണിയിലേക്ക് വിടാം. മഴ മാറി അപ്പോഴേ അവിടെ നിർമ്മാണം നടത്തുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു. പക്ഷേ അത് പോരാ, അത് ഗ്രൗണ്ട് നല്ല നിലയിലായി വന്നെങ്കിൽ ഇനിയും വലിയ തുക വേണം. അപ്പോൾ ഇനി വരുന്ന ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഉരുളയാടിൻ്റെ അഭിമാനമായിട്ട് നല്ല ഗ്രൗണ്ട് ഉണ്ടായി വരിക എന്നുള്ള പ്രധാനമാണ്. പക്ഷേ എൻ്റെ ഇടപെടൽപരമായിട്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയത്. അതിൻ്റെ ഗുണം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായി. ഇപ്പോൾ ഉണ്ടായ, പക്ഷേ അതിന് ശേഷമാണ് ഈ കടപ്ലാമറ്റം പഞ്ചായത്തിൽ എനിക്ക് ഈ ഓർഡർ കിട്ടി. ഞാനിതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം വെച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാത്യു എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി അന്നേരപ്പോഴേ നിവേദനമൊക്കെ എടുത്ത് അവിടെ MEIP കൊടുത്തു. സംഗതി മോളിൽ പോയി. മന്ത്രിയുടെ അടുത്തൊന്നും പോകേണ്ടി വന്നില്ല. ഡിവിഷനിൽ നിന്ന് തന്നെ ഈ ഓർഡർ ഉള്ളതുകൊണ്ട് ഡിവിഷനിൽ നിന്ന് തന്നെ പുള്ളിക്ക് സാങ്ഷൻ കിട്ടി അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാകുക. അപ്പം ഇപ്പം എവിടെയാണെങ്കിലും ഇപ്പം ഇങ്ങനെ പൊതുസ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് വരാൻ വന്നത് എൻ്റെ ആദ്യത്തെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണെന്നുള്ളത് നമുക്കൊരു അഭിമാനമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. പലപ്പോഴും ഈ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, നമുക്ക് പോയി നോക്കാം, ശ്രമിച്ച് നോക്കാം എന്നുള്ളൊരു ഇതാണ് പലർക്കും ഇല്ലാതെ പോകാറുള്ളത്. ഇത് മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് തള്ളിപ്പോകും. എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് ഒരു എഫേർട്ട് എടുക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് പല പദ്ധതികളും ഇല്ലാതായി പോകുന്നത് അല്ലേ? അത് എങ്ങനെയാണ് നമ്മൾ ജനപ്രതികളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിയായി അവിടെ ചെന്ന് കമ്മിറ്റി വരും, അതിൻ്റെ ഓരോ കാര്യങ്ങൾ വരും, ചർച്ച ചെയ്തും പോരുന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിക്കണമെങ്കിൽ ആ രീതിയിലൊരു ഒരു വിഷയം വേണം. നമ്മൾ ജനപ്രതിയായി ചെല്ലുന്നു, പിന്നെ കാര്യങ്ങൾ നടക്കുന്നു പോരുന്നുള്ളതിനപ്പുറം ഞാനിപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പം തീരുവാണല്ലോ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് മാതൃകയായിട്ട് നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്താണ് ഉള്ളൂർ ബ്ലോക്ക് പഞ്ചായത്ത്. അത് ഒരു സംശയമില്ല. കാരണം അവിടെ എന്നെപ്പോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല നിലയിൽ ഞങ്ങളെ കൂടി ആലോചിച്ചപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഏറ്റവും പ്രധാന ആരോഗ്യ മേഖലയിൽ ഇപ്പം കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഭാരിച്ച ചിലവാണ്, ഒരു നിവൃത്തിയില്ല. പാവപ്പെട്ടവരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടായി പോകുന്ന കാര്യം. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ബ്ലോക്കിൽ ഏറ്റവും സൗകര്യപ്രദം ഉള്ള സ്ഥലം ആശുപത്രി KR നാരായണൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അവിടെ ഞങ്ങളൊരു ഡയാലിസിസിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി. അവിടെ പിന്നെ ഗവൺമെൻറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ അതിനൊക്കെ അനുമതി മേടിക്കണമല്ലോ. ഈ പ്രോജക്റ്റുകൾ ഗവൺമെൻറ്റിൻ്റെ മാർഗ്ഗനിർദ്ദേശത്തിന് അപ്പുറത്തുള്ള കാര്യമാണ് അതൊക്കെ. അപ്പം നമ്മൾ ഗവൺമെൻറ് കൊടുത്ത് ഗവൺമെൻറ്റിൽ നിന്ന് അനുമതി വാങ്ങി അവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റ്
അവിടെ ഇപ്പം ഇഷ്ടം പോലെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഈ ഒരു പവർ ആയത്തിലേക്ക് അവിടെ മുഴുവൻ സൗജന്യമായിട്ടാണ് അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. 9 മിഷനുണ്ട്. അപ്പോൾ 3 ഷിഫ്റ്റുണ്ട്. അപ്പോൾ ഒരു ദിവസം മുമ്പ് 27 പേർക്ക് ഒരു ദിവസം സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ള കേരളത്തിൽ ആദ്യത്തെ വേറെ പഞ്ചായത്തുകളായോന്ന് എനിക്കറിയത്തില്ല, ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ കരുതുന്നത് ആ ഡയാലിസിസ് സൗകര്യം കൊണ്ടുവരാൻ പറ്റി. മറ്റൊരു കാര്യം നമുക്ക് ഇടപെടാൻ കഴിഞ്ഞത് ഈ ഗവൺമെൻറ് ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് ഗവൺമെൻറ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പഞ്ചായത്തുകളോടൊക്കെ അങ്ങനെ സൗകര്യമുള്ളിടത്തൊക്കെ ഉണ്ടാക്കണമെന്ന് പല സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ ഉപയോഗത്തിലില്ല. അപ്പോൾ നന്നായിട്ട് പോകുന്നതുകൊണ്ട് പല സ്ഥലത്തും കെട്ടിടങ്ങളായിട്ട് ഉപയോഗപ്രദമല്ലാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ നമ്മുടെ കോഴായിൽ എംസി റോഡ് സൈഡിൽ തന്നെ ഒരു ബ്ലോക്കിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം ഇത് ഞങ്ങൾ ടേക്ക് എ ബ്രേക്ക്. അപ്പം നമ്മൾ അതിന് ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തുക, അതായത് വലിയൊരു സംവിധാനത്തിലേക്ക് കൂടി ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൗകര്യം. അതോടൊപ്പം തന്നെ ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കത്തക്ക രീതിയിൽ ഒരു KM മാണി തണൽ വിശ്രമ കേന്ദ്രം, എൻ്റെ നേതാവല്ല മാണി സാറ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് KM മാണി തണൽ വിശ്രമ കേന്ദ്രം എന്ന പേരിൽ ഒരു സംവിധാനം. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ എൻ്റെ ഫണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരു 10-50 ലക്ഷം രൂപയോളം ഉണ്ടാക്കി. ബാക്കി തുക ജില്ലാ പഞ്ചായത്ത്, ഞങ്ങളുടെ ഡിവിഷൻ മെമ്പറായിരുന്നു നിർമ്മല ജിമ്മിയ, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വലിയ, അന്നേരം അവർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പം കൂടുതൽ ഒരു ഇടപെടൽ നടത്താൻ പറ്റും. അപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വലിയ തുക അനുവദിച്ചു, 1.5 കോടി രൂപ അനുവദിച്ചത്. അപ്പോൾ 2 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വെച്ചത്. അപ്പോൾ അവിടെ കുടുംബശ്രീ, ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു കുടുംബശ്രീയുടെ അടുത്ത ഒരു സ്റ്റെപ്പ് പ്രീമിയം കഫകൾ കേരളത്തിൽ എല്ലായിടത്തും വേണം. ആ സംവിധാനം ഞങ്ങൾ ഏറ്റെടുത്ത് അവിടെ ഒരു കുടുംബശ്രീ പ്രീമിയം കഫേ തുടങ്ങി, AC എല്ലാ സൗകര്യങ്ങളോടും കൂടി. അപ്പം 1 ലക്ഷം രൂപയ്ക്ക് അവിടെ കളക്ഷൻ. 38 പേർക്ക് അവിടെ തൊഴിൽ കിട്ടി. 38 പേർക്ക് തൊഴിൽ കിട്ടുന്ന MC മാണി സാറിൻ്റെ പടമൊക്കെ ഞങ്ങൾ അവിടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുക, മാണി സാറിൻ്റെ പേരിലുള്ള സ്ഥാപനമായിട്ട്. അപ്പം നല്ല നിലയിൽ അത് പോകുന്നുണ്ട്. അവിടെ നിർത്തിയിട്ടില്ല. അതിൻ്റെ മുകളിൽ ഒരു നിലയും കൂടെ ഇപ്പം പണിത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക. 1 കോടി രൂപ അതിന് മുടക്കാം. ഈ ഷീ ലോഡ്ജ് വനിതകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഈ സയൻസ് സിറ്റി വരുന്നത്. അപ്പോൾ അവിടെ ഒത്തിരിയേറെ കുട്ടികളും എല്ലാം ഇങ്ങനെ പുറത്തുനിന്ന് ഇപ്പോൾ കാണാൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെയായിട്ട് വന്നപ്പോൾ ഒരു ലോഡ്ജിങ് സൗകര്യം കുറേയായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ താഴത്തെ ഷീ ലോഡ്ജ്, മുകളിൽ ഇത്, അപ്പോൾ എല്ലാം കൂടി ഏകദേശം 3 കോടി രൂപ മിച്ചം. വലിയ തുക പഞ്ചായത്തുകളുടെ ഒന്നും പരിധി നിൽക്കുന്നതല്ല. അപ്പം ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, ഇത് 3 കൂടെ ഒന്നിച്ച് നിന്ന് മുന്നേറിയാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള തെളിവാണ് ഈ KM മാണി തണൽ വിശ്രമ കേന്ദ്രം. അതിലെ വരുമ്പം ശ്രദ്ധിച്ചു, അതിലെ പോകുന്നുണ്ടെങ്കിൽ അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ നല്ല ഫുഡാണ്, നല്ല നിലയിൽ പോകുന്നുണ്ട്. എന്തായാലും ഒരു തവണ വഴി വരാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇടപെടൽ ചെയ്യാൻ വിഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ കുറവലങ്ങാട് താലൂക്ക് ആശുപത്രി പഴക്കം ചെന്ന ആശുപത്രിയാണ്. അതിൻ്റെ കെട്ടിടങ്ങളെല്ലാം ഇപ്പോൾ ഒരു ജീർണാവസ്ഥയിൽ പൊളിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞു. എന്നാലും അവിടുത്തെ ഓരോ ഗവൺമെൻറ് പഞ്ചായത്ത് വരുമ്പോഴും കുറേശ്ശെ ഫണ്ട് കിട്ടും. വനിതാ ഘടക പദ്ധതിയിൽ, അത് വയോജനങ്ങളുടെ പദ്ധതി എന്നൊക്കെ, അതുകൊണ്ട് ചെറിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കും. അത് ഭയങ്കര അസൗകര്യമാണ്. പക്ഷേ പൊതുവായിട്ട് ഈ കെട്ടിടങ്ങളൊക്കെ പിന്നെ വെച്ച കെട്ടിടം പൊളിക്കണമെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റ്, അൺഫിറ്റാന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചാലേ പറ്റും. അപ്പം നിലവിലുള്ള സ്ഥലത്ത് മുഴുവൻ ഇങ്ങനെ കുഞ്ഞു കെട്ടിടം വെച്ചപ്പം അതെല്ലാം പൊളിക്കാറുമായി. പക്ഷെ പൊളിക്കണമെങ്കിൽ വാർഡുകൾ പൊളിക്കണമെങ്കിൽ ആ വാർഡുകൾക്ക് പകരം രോഗികളെ എവിടെയെങ്കിലും കിടത്തിയാലേ ഇത് പൊളിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു നല്ല കെട്ടിടം പണിത് ആശുപത്രി സംവിധാനം അങ്ങോട്ട് മാറ്റിയാലേ ഈ പഴയ സംവിധാനം പൊളിച്ചു മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആശുപത്രിയോട് ചേർന്ന് സ്ഥലം കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പൈസ കൊടുത്ത് മേടിക്കുക എന്ന് പറയുന്നത് ആശുപത്രിക്കോ ആർക്കും നടക്കുന്ന കാര്യമില്ല. അപ്പം ഞാൻ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ, കൊള്ളയാട് തന്നെയാണല്ലോ, നമുക്ക് അതിൻ്റെ തൊട്ട് ചേർന്നുള്ള സ്ഥല ഉടമകൾ ആയിട്ട് ഞാൻ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം അവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് വന്നപ്പോഴത്തേനും അവർ സൗജന്യമായിട്ട് സ്ഥലം കിട്ടുന്ന സാഹചര്യം ഞാൻ ഉണ്ടാക്കി. 13.5 സെൻറ്റ് സ്ഥലം നിസ്സാരമല്ല. കുറളങ്ങാട് ടൗണിൽ താലൂക്ക് ആശുപത്രിയോട് ചേർന്ന്, വേറെ എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ പണിയാൻ പറ്റത്തില്ല, ഇതിനോട് ചേർന്ന് തന്നെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇവിടെ താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെ വേണം. അപ്പം 13.5 സെൻറ്റ് സ്ഥലം നമുക്ക് ലഭ്യമാക്കി. ഇപ്പം മുകളിൽ ഫ്രണ്ടിൽ പഴയ കെട്ടിടങ്ങളെല്ലാം ഇരിക്കുമ്പോൾ അവിടെ സാധനങ്ങൾ പണിയണമെങ്കിൽ ഈ മെറ്റീരിയലായിട്ടൊന്നും പോകാനും പറ്റത്തില്ല. അപ്പോൾ അതോട് ചേർന്ന് തന്നെ ഈ സ്ഥലത്തേക്ക് ഒരു വഴി സൗകര്യമാണ്. 12 അടി തൊട്ടടുത്തൊരു കോൺവെൻറ്റാണ്. ആ കോൺവെൻറ്റുകാർ വഴിക്ക് വേണ്ടി ഇച്ചിരി സ്ഥലമൊക്കെ വിട്ടു തന്നു.
അവരുടെ ബോംബെയിലുള്ള ഓഫീസിലൊക്കെ കത്തയച്ചു കൊടുത്ത് അവരുടെ അനുമതിയൊക്കെ മേടിച്ച് സ്ഥലം. അപ്പം നമുക്ക് അങ്ങനെ സൈഡിൽ കൂടി ഒരു വഴിയും പുറകിൽ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും തന്നു. സ്ഥലം കിട്ടിയാൽ പോരല്ലോ. അപ്പം തന്നെ ഞങ്ങൾ NHM ബന്ധപ്പെട്ട്, NHM എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് മിഷൻ, അവരുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു. 2 നില കാഷ്വാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടെ പണിയുന്നതിന് 2 നില പണിയുന്നതിന് 3,15,00,000 രൂപ. അപ്പോൾ അത് പണിയണമെങ്കിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള അടുത്ത വിഷയം. ഈ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം 3,15,00,000 ഒരു പ്രോജക്റ്റ് ഒന്നിച്ച് ഈ വർഷം അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രോജക്റ്റാണ്. നമ്മൾ അത് പ്രോജക്റ്റായി DPCയിൽ കൊടുത്ത് അംഗീകാരം വാങ്ങിച്ച് നടപ്പിലാക്കുമ്പോഴത്തേനും ആ വർഷം തീരും, പൈസ ലാപ്സാവും. ഈ വർഷം നമ്മൾ പ്രോജക്റ്റ് വെച്ചെങ്കിൽ ഈ വർഷം തന്നെ മാർച്ച് 30 മുമ്പ് ചിലവഴിക്കണമല്ലോ. അപ്പം ഞങ്ങൾ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഏകവർഷ പദ്ധതിക്ക് വരെ ബഹുവർഷ പദ്ധതിയാക്കി. ബഹുവർഷം ഈ വർഷം പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കുക. 3,15,00,000 പ്രോജക്റ്റ് DPC കൊടുത്ത് അംഗീകാരം വാങ്ങി ബഹുവർഷ പദ്ധതിയാക്കി. ഈ വർഷം ഒരു ഘട്ടം, അടുത്ത വർഷം അടുത്ത ഘട്ടം, ഒരു 3 വർഷം കൊണ്ട്. സാധാരണ ഇതിൽ ഒരു ആശുപത്രി കെട്ടിടം പണിതന്നെ ഒരു 3 വർഷം എടുക്കും, പെട്ടെന്ന് തിരിയല്ല. എൻ്റെ അപ്രൂവലൊക്കെ ആയി വരാനൊരു പീരീഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം എൻ്റെ തറയുടെ പണി കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പില്ലർ ഉൾപ്പെടെയുള്ള ഭിത്തിയുടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർച്ച് 30 മുമ്പ് ഒരു ഘട്ടം തീരും. അതുപോലെ തന്നെ 1,25,00,000 തീരും. ബാക്കി തുക അടുത്ത വർഷത്തെ പദ്ധതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പൈസ പോലും ലാപ്സായി. ഈ വർഷത്തെ പൈസ കൊണ്ട് ഇത് തീരും, അടുത്ത വർഷത്തെ പൈസ കൊണ്ട് അടുത്ത് തീരും, മൂന്നാമത്തെ വർഷത്തെ പൈസ കൊണ്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ 2026 ഡിസംബറിന് മുമ്പ് ഇത് കംപ്ലീറ്റ് പൂർത്തിയാവും. ഒരു ഗവൺമെൻറ് സംവിധാനത്തിൽ ഒരു കെട്ടിടമൊക്കെ, ആശുപത്രിയുടെ കെട്ടിടമൊക്കെ പണിയാൻ എത്ര വർഷം കൊണ്ടാണ് പണിത് വരുന്നത്. എന്നാലും പെട്ടെന്ന് നമുക്കൊരു 2 വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റും. അത് പൂർത്തീകരിച്ച് കഴിയുമ്പം ഈ പഴയ ഭാഗങ്ങൾ പൊളിച്ച് മാറ്റി ആശുപത്രിയിലേക്ക് ഒരു സൈഡിൽ കൂടെ കയറി പുതിയതായിട്ട് നമ്മൾ കെട്ടിയ വഴി കൂടെ ഇറങ്ങി പോകത്തക്ക രീതിയിലും പാർക്കിങ്ങിനും ഒക്കെ നല്ല സൗകര്യം. ഒത്തിരി ആലോചിച്ച് ഹെൽത്ത് മിഷൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി അവരുടെ സഹോദരൻ. അപ്പോൾ എനിക്ക് കുറളങ്ങാടുമായി ബന്ധപ്പെട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സേവന പ്രവർത്തനമായിട്ട്, കാരണം രോഗികളാവുന്നു, പാവപ്പെട്ട രോഗികൾ വരുന്ന സ്ഥലം, അത് ചെയ്യാൻ പറ്റിയതും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം. ഫണ്ട് ലാപ്സ് ആവുന്നത് പറഞ്ഞപ്പോൾ പല പദ്ധതികൾക്കും പല പഞ്ചായത്തിലും പറ്റുന്നൊരു കാര്യമാണ് ഈ ഫണ്ട് ലാപ്സായി പോവുക, വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാണ്ട് പോവുക എന്നുള്ളത്. എങ്ങനെ ഫണ്ട് ലാപ്സ് ആവാതെ നമുക്ക് പദ്ധതികൾ? അത് ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഒരു പഞ്ചായത്ത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഓരോ പഞ്ചായത്തുകൾക്കും ഫണ്ട് വീതിച്ചു കൊടുക്കുന്നത്. അത് ഒരു വർഷം കിട്ടുന്നതിനെ കഴിഞ്ഞും കൂടിയ തുകയാണ് അടുത്ത ഒരു വർഷവും ഫണ്ടിൻ്റെ കുറവ് വരുന്നില്ല. ഈ വർഷം കിട്ടുന്നതിനെ കഴിഞ്ഞും കൂടിയ പൈസയാണ് അടുത്ത വർഷം. അങ്ങനെ ഓരോ വർഷം ഇങ്ങനെ കൂടി ബഡ്ജറ്റിൻ്റെ തുക കൂടുന്നതനുസരിച്ച് പഞ്ചായത്തുകൾക്ക് ഗവൺമെൻറ് 30% തുക പഞ്ചായത്തുകൾക്ക് കൊടുക്കുക ബഡ്ജറ്റിൽ. എല്ലാ പഞ്ചായത്തിനും കിട്ടും. അപ്പോൾ തന്നെ പക്ഷേ അത് വർഷാരംഭത്തിൽ തൊട്ട് തന്നെ 3 ഗഡുക്കളായിട്ടാണ് പൈസ കിട്ടുന്നത്, അല്ലാണ്ട് ഏറ്റവും അവസാനം കൂടെ കൊടുക്കുകയല്ല. അപ്പം നമുക്ക് പ്രോജക്റ്റുകൾ മാർച്ചിന് മുമ്പ് അടുത്ത വർഷം നടക്കേണ്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് തലേ വർഷം തന്നെ തീർപ്പാക്കി അംഗീകാരം മേടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ മാസം തൊട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിൻ്റെ നടപടികൾ ഒത്തിരി നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പ്രോജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം, അതിന് TS മേടിക്കണം, ടെൻഡർ ചെയ്യണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ മാസം തൊട്ട് അതിൻ്റെ നിർമ്മാണങ്ങൾ, റോഡിൻ്റെ ടാറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള ക്രമീകരണം ചെയ്യുക. തോർച്ച നോക്കി വെയിലുള്ള സമയം നോക്കി ടാറിങ് നടത്തി പോയാൽ മതി. പക്ഷേ പല പഞ്ചായത്തുകളിൽ അങ്ങനെയുള്ള കാര്യം സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകും. അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളുടെ പേരിലൊക്കെ ഇതിവിടെ കിടക്കും. ഏറ്റവും അവസാനം ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴായിരിക്കും ടെൻഡർ ചെയ്യുന്നത്. ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ടെൻഡർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ പറക്കെല്ലാം കഴിഞ്ഞ് മാർച്ച് മാസം 15-ാം തീയതി കഴിയുമ്പോഴായിരിക്കും ഇവർ പണി നടത്തുന്നത്. ഈ പണിയെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേനും പഞ്ചായത്ത് ഈ മാർച്ച് മാസം അവസാനത്തെ പേയ്മെൻറ്റിൻ്റെ എല്ലാം കൂടെ വരുമ്പം അവിടെ ഒരു റെസ്ട്രിക്ഷൻ വരും. അങ്ങനെ വരുന്നതിന് ഈ പൈസ എല്ലാം കൂടെ പെൻഡിങ് ആവും. അങ്ങനെ പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ മാർച്ചിന് മുമ്പ് 80% തുക ചെലവഴിച്ചില്ലെങ്കിൽ ബാക്കി തുക ലാപ്സായി പോകും. അതാണ് എൻ്റെ സാഹചര്യം. അപ്പോൾ ഈ ടെൻഡർ ചെയ്ത വർക്കുകൾ നടത്തണമെങ്കിൽ പിന്നെ എന്നാ ചെയ്യണം? പിറ്റേ വർഷത്തെ പദ്ധതി എടുക്കുമ്പം ഈ വർഷത്തെ പദ്ധതിയിൽ കൊടുക്കാനുള്ള പൈസയ്ക്ക് തുക നീക്കി വെച്ചതിന് ശേഷം മിച്ചം പൈസയ്ക്ക് എടുക്കാനൊക്കത്തുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതാണ് ഒരു പഞ്ചായത്തിൻ്റെ മാനേജ്മെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന, പ്രസിഡൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. കൃത്യമായിട്ട് വാല്യുവേഷൻ നടത്തി ഈ പ്രോജക്റ്റുകൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. രണ്ട്, നമ്മൾ പരിപാടി മീറ്റിംഗ് ഉദ്ഘാടനമായിട്ട് നടന്നാൽ ഇതവിടെ പെൻഡിങ് ആവും, പൈസ ലാപ്സാവും. പൈസ ലാപ്സായെന്ന് പറഞ്ഞാൽ പറ്റുന്ന കുഴപ്പം, ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കുറളങ്ങാടിനെ സംബന്ധിച്ച്. ഞങ്ങളത് സൂചിപ്പിക്കുകയും ചെയ്തു. 2023, 2022, 23, 24 ഈ 3 വർഷം എന്തുകൊണ്ടോ ഞങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഈ റോഡിൻ്റെയും ഈ സ്ഥാപനങ്ങളുടെയൊക്കെ മെയിൻ്റനൻസിന് വിട്ടുകിട്ടിയ തുകയിൽ 30%
ഒരു വർഷം ചിലവഴിച്ച തുക 30%. അപ്പം ലാപ്സായി പോയത് 70%. പിറ്റത്തെ വർഷം ചിലവഴിച്ച് 45%, ചിലവായി നഷ്ടപ്പെട്ടു പോയത് 55%. അപ്പോൾ അത്രയും വലിയ തുക നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എന്താ പറ്റിയ, റോഡുകൾ മുഴുവൻ, ഒരു റോഡ് പോലും ഇല്ലാണ്ട് മുഴുവൻ റോഡുകളും താർന്ന് കിടക്കുക. ആ പൈസ ലാപ്സായ തുക ഉണ്ടായിരുന്ന കൃത്യം ടാർ ചെയ്തിരുന്നെങ്കിൽ ഒരു കുറവും ഉണ്ടാകില്ലായിരുന്നു. അതിൻ്റെ ഒരു കൊള്ളയാണ്ടുകാർക്ക് അതിൻ്റെ ഫീലിങ്ങും ഉണ്ട്. ഞാൻ മറ്റ് ക്രെഡിറ്റ് പറയുന്നൊന്നുമല്ല. ഈ 2015-20 വർഷം കൊള്ളയാണ്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായപ്പം ഞങ്ങളൊരു പ്രോജക്റ്റ് വെച്ച് മണ്ണ് ചെയ്ത റോഡുകൾ, അതായത് ഒരു മൺ റോഡുകളൊന്നും ഇല്ലാത്ത പഞ്ചായത്ത് എന്നൊരു പ്രോജക്റ്റ്. അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന മുഴുവൻ റോഡുകളും നമ്മൾ ടാർ ചെയ്തു. കോൺക്രീറ്റ് ചെയ്യേണ്ട റോഡുകൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും നമുക്ക് പൈസ മിച്ച. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ റോഡുകളുടെ അളവനുസരിച്ചാണ് ഗവൺമെൻറ് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് തരുന്നത്. പിന്നെയും പൈസ മിച്ച. അന്നേരപ്പാണ് ഞങ്ങൾ ഈ മൺ റോഡുകൾ ഇല്ലാത്ത പഞ്ചായത്ത് എന്നുള്ള സങ്കല്പത്തിൽ ഈ കുറേയേറെ ആൾക്കാർ താമസിച്ചുണ്ടായിരുന്ന റോഡുകളെല്ലാം ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഈ പൈസയുടെ കൂടെ തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ എത്ര ലക്ഷം രൂപയുടെ വർക്ക് നടന്നിട്ടുണ്ടോ അതിൻ്റെ 40% തുകയ്ക്ക് ഇതുപോലുള്ള നിർമ്മാണ അസറ്റ് ക്രിയേഷൻ നടത്താം. ആ അസറ്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് കൊള്ളയാട് പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് പിന്നെയും പൈസ മിച്ചായിരുന്നു. അവിടെ ഞങ്ങൾ ചെയ്ത ഏറ്റവും ശ്രദ്ധേയമായ, കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു പദ്ധതി എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗിച്ചതാണ്. ഈ കൊള്ളയാടുടെ കനാൽ കടന്നു പോകുന്നുണ്ട്, ഒരു 4.5 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ റോഡുണ്ട്. ഒത്തിരി ആൾക്കാർ നടന്നു പോകുന്നതല്ലാണ്ട് അത് മറ്റു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങളത് MEAPയിൽ അപേക്ഷ കൊടുത്ത് അവിടെ റോഡ് ഗവൺമെൻറ് സംവിധാനത്തിൽ MEAP ഇപ്പം മെയിൻ്റനൻസിനൊന്നും പൈസയൊന്നുമില്ല. അപ്പോൾ അത്രയും സ്ഥലം കംപ്ലീറ്റ് ടാർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി വാങ്ങിച്ചു. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഇതനുസരിച്ച് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് കൊണ്ട് റോഡുകളുടെ റീടാറിങ്ങേ പറ്റുള്ളൂ, ഫുൾ ടാറിങ് പറ്റത്തില്ല. അടിയിൽ റോഡ് നിരപ്പാക്കി സോളിങ് നടത്തി അതിൻ്റെ മുകളിൽ മെറ്റലിങ് നടത്തി അതിൻ്റെ മുകളിൽ ടാറിങ് നടത്തണം. മെറ്റലിങ്ങിനും ടാറിങ്ങിനെ മെയിൻ്റനൻസ് ഗ്രാൻറ്റ് ഉപയോഗിക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്ത് ഇത്രയും സ്ഥലം മുഴുവൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ റോഡ് കംപ്ലീറ്റ് സോളിങ് വരെയുള്ള വർക്ക് നടത്തുന്നതിന് വേണ്ടി പ്രോജക്റ്റ് വെച്ചു. അപ്പോൾ 4.5 കിലോമീറ്റർ നീളത്തിലുള്ള റോഡ്. അപ്പം കൊള്ളയാട് പഞ്ചായത്തിൽ നടുക്കൂടിയ കനാൽ പോകുന്നത്. ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ MC റോഡിന് ബദലായിട്ട് ഒരു പാരലൽ റോഡ് ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ. ചില സ്ഥലത്ത് കനാലിൻ്റെ 2 സൈഡിൽ ഞങ്ങൾ റോഡുണ്ടാക്കി, കൂടുതൽ തിരക്കുള്ളടത്ത്, റോഡ് സൈഡിൽ ഉള്ളടത്ത്. അപ്പോൾ അത്രയും ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് അതിൻ്റെ മുഴുവൻ സോളിങ് നടത്തി മെയിൻ്റനൻസ് ലാൻഡ് ഉപയോഗിച്ച് ടാറിങ്ങും നടത്തി. മറ്റ് അത് ഉൾപ്പെടാതെ മറ്റ് ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ നടപ്പാതകൾ ഉൾപ്പെടെ എല്ലാം ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റി. ഈ 5 വർഷം, അതായത് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന 5 വർഷം എല്ലായിടത്തും ഈ വഴിയുടെ ടാറിങ്ങിനൊക്കെ ആയിട്ട് MLA-മാരുടെ ഫണ്ടും MP ഫണ്ടും ഒക്കെ ആയിട്ട് ചോദിച്ചു പോകുന്നുണ്ട്. ഈ 2015 തൊട്ട് 20 വർഷം വരെ ഒരു MLA ഫണ്ടോ ഒരു MP ഫണ്ടോ കൊള്ളയാട് പഞ്ചായത്തിലെ റോഡ് ടാറിങ്ങിന് വേണ്ടി ഞാൻ പോയിട്ടുമില്ല, മേടിച്ചിട്ടില്ല. അപ്പം ഞങ്ങളുടെ MP ജോസ് കെ മാണിയായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എല്ലാ പഞ്ചായത്തുകാരെയും റോഡിന് ഫണ്ട് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പൈസയൊന്നും വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ വേണ്ട, കൊള്ളങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ടാറിങ്ങിനുള്ള പൈസ തൊഴിലുറപ്പ് പദ്ധതിയിലും ഈ സമയം എന്നാൽ മറ്റ് പഞ്ചായത്തുകളോട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ, നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് കൃത്യമായിട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. മറ്റേ എല്ലാവരും MP ഫണ്ട് എടുത്ത് ഞങ്ങൾക്ക് കാശ് വേണം, ഞങ്ങൾ ആ മേഖലയിൽ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ചെയർമാൻ MPയുടെ അടുത്തേക്ക് ഇല്ല ഞങ്ങൾക്ക് കാശ് വേണമെന്നും പറഞ്ഞ്. അന്നേരപ്പോഴും എന്നോട് നിങ്ങൾക്കിത് വേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് പറയാൻ പറ്റിയത് ഇങ്ങനെ മൊത്തം നമുക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം അതിൻ്റെ അകത്ത് ടാറിങ്ങിൻ്റെ രീതി മാറി. ഈ മറ്റേ മെറ്റൽ മണ്ണിട്ട് സോളി ചെയ്ത് പോകുന്നതിന് പകരം ഇതെല്ലാം ഇപ്പം ടാറിങ് തന്നെ ഈ കോൺക്രീറ്റ് ആക്കി അടി കോൺക്രീറ്റ് ചെയ്ത് വെച്ച് പിന്നെ മുകളിൽ ടാറിങ്ങാണ്. അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അന്ന് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് നമുക്ക് നല്ല ഈ കൊള്ളയാണ്, അത് വലിയ നേട്ടമായിപ്പോയി. പക്ഷേ അതിന് ശേഷം എന്താ പറ്റിയത്, നമ്മളങ്ങനെ ഉണ്ടാക്കി ചെയ്തിട്ട റോഡ് ഈ 5 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റിയില്ല. നിസ്സാരമായി മെയിൻ്റനൻസിന് ചെറിയ തുകയല്ലേ വരുന്നുള്ളൂ. റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി വരുന്ന തുകയുടെ 1/3 മതി ഇത് മെയിൻ്റനൻസ് ചെയ്യാനായിട്ട്. 2015-20 ഞങ്ങൾക്ക് ഈ റോഡുകളെല്ലാം ഈ രീതിയിൽ പൂർണ്ണമായിട്ട് നിർമ്മിക്കാനുള്ള ഫണ്ട് കൊണ്ടാണ് ഞങ്ങൾ വിനിയോഗിച്ചു. പക്ഷേ ഇപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഈ മെയിൻ്റനൻസ് പോലും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ലാപ്സ് ആകുന്നതിൻ്റെ ദോഷമാണ്. ഫണ്ട് ലാപ്സ് ആകുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റാതെ വരുന്നത്.
തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ പലവട്ടം സംസാരത്തിനിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. തൊഴിലുറപ്പിനെ സംബന്ധിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് കോമഡി വീഡിയോസും ട്രോളുകളൊക്കെ കാണാറുണ്ട്. അതിലൊക്കെ സ്ത്രീകൾ ചുമ്മാ സംസാരിച്ചിരിക്കാനുള്ളൊരു അവസരമാണെന്നും അല്ലെങ്കിൽ അവസാനം കുറച്ച് കാശ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ട്രോള് വരുന്നുണ്ട്. ഇവരെന്താ കാര്യമായിട്ട് ചെയ്യുന്നത്, ഇവർ പരദൂഷണം പറഞ്ഞിരിക്കുക, അങ്ങനെയൊക്കെയാണ് ട്രോളുകൾ വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥ പലപ്പോഴും ആളുകൾ അറിയുന്നില്ല. ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്തവർ ഇത് മാത്രമാണല്ലോ കാണുന്നത്. എന്താ ശരിക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി ഈ പറഞ്ഞ ഭാഗങ്ങളിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ളൂ. കുറേ നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിന്, പ്രത്യേകിച്ച് ദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ വിപിഎൽ, അവരുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും സാമ്പത്തിക നേട്ടത്തിനും ഏറ്റവും കൂടുതൽ സഹായകമായ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. കോട്ടയം ജില്ലയിലെ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും ആദ്യം തുടങ്ങിയത്, ഉദ്ഘാടനം ചെയ്തത് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ കുറളനാട് വെച്ചാൽ, കുറളനാട് ഗവൺമെൻറ് UP സ്കൂളിൽ അതിന് ഉദ്ഘാടനം. അപ്പോൾ ആ സ്കൂളിൻ്റെ പരിസരമൊക്കെ റെഡിയാക്കുന്നതിന് വേണ്ടിയാണ് ആദ്യത്തെ പ്രോജക്റ്റ്. അതുപോലെ തന്നെ അന്ന് കുറളനാട് പഞ്ചായത്തിലെ ഞാൻ മെമ്പറായിരിക്കുന്ന വാർഡ് 12-ാം വാർഡ്. ആ 12-ാം വാർഡിൽ പെരിയിലങ്ങാട് റോഡ്, ആ റോഡിന് അവിടെ റോഡില്ല. അവിടെ ആൾക്കാർ ഒരു കയറ്റം കയറി ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ മുഴുവൻ നടന്നു പോവുക. അപ്പം ഞാൻ അന്ന് അവിടുത്തെ ആൾക്കാരെയൊക്കെ ആയിട്ട് ഒരു പുതിയ റോഡ് വെട്ടാൻ തീരുമാനിച്ച് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ വനിതകളെ ഉപയോഗിച്ച് ഞാൻ എല്ലാ ദിവസവും അവരുടെ അടുത്തുള്ളൂ. അവർ പിന്നെ കാപ്പിയോ ഞങ്ങൾ ഒന്നിച്ച് കാപ്പിയോ കുടിച്ച് പിരിയും. അപ്പോൾ അവർക്കും വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഇവിടം തൊട്ട് അവിടം വരെ ഏകദേശം 1 കിലോമീറ്റർ നീളത്തിലുള്ള റോഡ് കൊള്ളയാട് പഞ്ചായത്തിൻ്റെ 12-ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് നമ്മൾക്ക് അന്ന് നിർവഹിക്കാൻ കഴിഞ്ഞത്. അവിടെ ആദ്യത്തെ അസറ്റാണ് അത്. ആ റോഡ് ഇപ്പം ഫുള്ള് ടാർ ചെയ്ത് ഏറ്റവും ഉപകാരപ്രദമായിട്ട് കിടക്കുക. ആ തൊഴിലുറപ്പ് പദ്ധതി വന്നുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ അവരുടെ കൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു യന്ത്രത്തിൻ്റെ സഹായമില്ലാതെ മണ്ണൊക്കെ ചോന്ന് എടുത്ത് പിടിച്ച് മാറ്റി അന്ന് ചെയ്ത വഴിയാതെ ഈ റോഡെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഏറ്റവും ആദ്യത്തെ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ വർക്കാണ്. അപ്പോൾ കുറളനാട് പഞ്ചായത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതി കോട്ടയം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത് നമ്മളാണ് അതിനകത്ത്, എനിക്ക് ഇതിൻ്റെ സാധ്യത മനസ്സിലായപ്പോൾ നമ്മൾ അതിനകത്ത് മുൻകൈ എടുത്തുകൊണ്ടാണ് ഞാൻ കുറളനാട് വെച്ച് നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് കളക്ടർ വന്നത് ഉദ്ഘാടനം. അതിനുശേഷം കുറളനാടുണ്ടായ മാറ്റം എന്ന് പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതി ഭാഗമായിട്ട് കുറേ വീടുകളിലൊക്കെ ഇരുന്ന വനിതകൾ അവർ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് വന്ന് ഒരു ഒന്നിച്ച് കൂടുന്നു, അവരൊന്നിച്ച് ജോലി ചെയ്യുന്നു. അവർക്ക് ഈ കുറ്റം പറയുന്നുള്ള നമ്മുടെ വീടുകളിൽ ഒരാളെ ഒരു ദിവസത്തെ ജോലിക്ക് വിളിച്ചാൽ ഇന്ന് 750-800 രൂപ കൊടുക്കണം. അവർ രാവിലെ വന്നാൽ വൈകുന്നേരം വരെ പണിതാലാണ് 850 രൂപ കൊടുക്കുന്നത്. ഇവർ രാവിലെ വരുന്നു, നിയമം അനുസരിച്ചുള്ള ജോലികളിൽ നിന്ന് അവർക്ക് അളവ് കൊടുത്തിട്ടുണ്ട്. ഇവർ ഉഴപ്പൊന്നും പറയുന്നില്ലേ, ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്ത അളവ് കൊടുത്തിട്ടുണ്ട്. ഒരാൾ മിനിമം ഇത്ര ജോലി ചെയ്തിരിക്കണം. അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് വേതനം കിട്ടുന്നത്. അപ്പോൾ അവർ ചുമ്മാ ഇരുന്ന് ജോയിൻ പണിയില്ല. ഇവർ കൊടുക്കുന്ന 300, ഇപ്പം കൊടുക്കുന്ന പൈസ വന്ന് 370 രൂപ ആയിട്ടുണ്ട്. ആ പൈസ കൊടുക്കുമ്പം അവർക്കൊരു അളവ് പറഞ്ഞിട്ടുണ്ട്. ആ അളവിലുള്ള ജോലി ചെയ്ത് വെച്ചാൽ അവരിക്കുന്നത് തന്നെ കുഴപ്പം. ഈ വന്നേച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുമ്പായും പിടിച്ചെന്ന് കളയ്ക്കണമെന്നില്ലല്ലോ. അവരുടെ അളവിലുള്ള ജോലി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? അപ്പോൾ നമ്മളൊക്കെ ഈ കുറ്റം പറയുന്നവർ കാണുന്നത് ഇവരെ ഈ പാവങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ 10 ചെറിയ തുക ആദ്യം തുടങ്ങുന്ന സമയത്ത് കുഞ്ഞു തുകയിലുണ്ടാകുള്ളൂ. ഇപ്പോഴും ജീവിത വില നിലവാര സൂചിക അനുസരിച്ച് കൂട്ടി കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അത്രയും പൈസയിലേ കൊടുക്കുന്നുള്ളൂ. അത്രയും ജോലി ചെയ്യുന്ന അവരെ കൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ 750-1000 രൂപയ്ക്കും ചെയ്യുന്ന ജോലി അവരോട് ചെയ്യാൻ പറയുന്നതല്ലേ ക്രൂരത. ഇവർക്ക് എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ചുള്ള ജോലി അവർ ചെയ്യുന്നുണ്ട്, വേതനം അനുസരിച്ച് ജോലി ചെയ്യുന്നുണ്ട്. അത് പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ തൊഴിലുറപ്പ് പദ്ധതി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പ്രായപരിധിയില്ല, വാർദ്ധക്യം. മറ്റത് 58 വയസ്സ് കഴിഞ്ഞാൽ പെൻഷനാണ്. ഇതിപ്പോൾ ഇതിനകത്ത് പെൻഷനില്ല, എത്ര വയസ്സ് വരെ അവർക്ക് ജോലി ചെയ്യാം. അപ്പം നേരെ നിവൃത്തിയില്ലാത്ത ആൾക്കാർ അവിടെ വരുന്നുണ്ടെങ്കിൽ അവരും ജോലിക്ക് വരികയും അവരുടെ ജോലിയുടെ ഭാഗം കോമ്പൻസേറ്റ് ചെയ്ത് കൂട്ടത്തിലുള്ള ആരോഗ്യമുള്ള ആൾക്കാർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടുള്ളവർ കൂട്ടത്തിലിരിക്കുന്നവർ അവരെ കോമ്പൻസേറ്റ് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഒരേ അളവ് ജോലി വരുന്നത്. ഇപ്പം ഉണ്ടാകുന്ന ഒരു കാര്യം, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു നേട്ടം ആയിട്ട് ഞാൻ കാണുന്നത്, ഇപ്പം ഉണ്ടാകുന്ന ഒരു കാര്യം, അന്ന് ആദ്യം വന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും തൊഴിലുറപ്പ് പദ്ധതി വരുന്നത്. പുതിയ ആൾക്കാർ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ ചെറുപ്പക്കാരങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ പുരോഗതി അതിൻ്റെ അത് കാണിക്കുന്നത്. ഇത് തുടങ്ങിയ സമയത്ത് 10 വർഷങ്ങൾക്ക് മുമ്പ്, അല്ല 2005-2006 തുടങ്ങണം, 20 വർഷത്തോളം. അന്ന് തൊഴിലുറപ്പ് പദ്ധതി വലിയ ആശ്വാസമായിരുന്നു.
ഒരു വരുമാനം ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്ന വനിതകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കെട്ടിയവൻ എന്തെങ്കിലും ജോലിക്ക് പോകും, പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുകയാണ്, അവർക്ക് ഇത് കിട്ടുന്ന ഒരു ആശ്വാസമായിരുന്നു. അതെ അതെ. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്നാൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസപരമായിട്ട് ആൾക്കാർക്ക് സൗകര്യമായി, എല്ലാവരും നല്ല വിദ്യാഭ്യാസമാവുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്ക് എവിടെ ഈ IT മേഖലയെല്ലാം കൂടെ വികസിതമായതോടുകൂടി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ജോലികളില്ലാത്ത ആരുമില്ല. എന്തെങ്കിലും ജോലി അവർക്ക് ഈ 320 ചെറിയ തുക കിട്ടുന്ന തൊഴിലുറപ്പത്തേക്ക് പോകേണ്ട സാഹചര്യം ഇല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും മനഃപൂർവ്വമായിട്ട് ജോലിക്ക് പോകാണ്ട് വീട്ടിലിരിക്കുന്നവരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വരുമാന മാർഗ്ഗങ്ങളുണ്ട് എന്നുള്ള തെളിവാണ് ഇവരാരും പുതിയ ആൾക്കാരും തൊഴിലുറപ്പ് പദ്ധതിക്ക് വരാത്തത്. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉണ്ടായ വളർച്ച കേരളത്തിൽ വലിയ മാറ്റം 20 വർഷം കൊണ്ട് നമ്മുടെയൊക്കെ സംസ്കാരത്തിലും ഒക്കെ വന്നു. ഒരു സംശയവും വേണ്ട. ഈ ഗവൺമെൻറ്റിനൊക്കെ എല്ലാവരും കുറ്റം പറയും, ഇവിടെ എന്താ നടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായിട്ട് നമുക്കറിയാം. നമ്മൾ പുറകോട്ട് നോക്കാം, അന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യവും ഇന്നത്തെ ജീവിതം, ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷം ഇന്ത്യയിൽ എന്നാ നടന്നതെന്നൊക്കെ പലരും ചോദിക്കും. പക്ഷേ അന്നത്തെ അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ. ഈ കുറഞ്ഞ ഒരു കാലയളവ് കൊണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായ മാറ്റം, പ്രത്യേകിച്ച് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും മാറ്റം ഉണ്ടായത്. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട മാറ്റമെന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പഞ്ചായത്തിൽ ഒരാൾ ചെന്നാൽ പഞ്ചായത്ത് മെമ്പർമാർക്ക് വലിയ ചുമതലയായിരുന്നു. കാരണം അവന് പെൻഷനുള്ള അപേക്ഷ തയ്യാറാക്കി കൊടുക്കണം, പഞ്ചായത്തിൽ കൊണ്ട് പെൻഷൻ്റെ അപേക്ഷ കൊടുത്ത് കമ്മിറ്റി പാസ്സാക്കിയ പെൻഷൻ കൊടുക്കണം. ഒരു ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ രജിസ്റ്റർ മുഴുവൻ ഒരു 3-4-5 പ്രാവശ്യമെങ്കിലും ചെല്ലേണ്ടി വരും. പഴയ ഒരു 2000 മുമ്പുള്ള ഒരു ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ ചെല്ലണമെങ്കിൽ രജിസ്റ്റർ മുഴുവൻ തപ്പി എടുത്ത് വേണം അത് കണ്ടുപിടിക്കാൻ. ഡെത്ത് സർട്ടിഫിക്കറ്റിന് എന്നാൽ ഈ പ്രശ്നമുണ്ട്. നമ്പർ ഇടാൻ ചെന്നാലും പെർമിറ്റ് എഴുതിയാലും പല പ്രാവശ്യം പഞ്ചായത്തിൽ കയറി ഇറങ്ങി ജനം മടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നല്ല പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇടപെട്ട് പെട്ടെന്ന് മേടിച്ച് കൊടുക്കുക, അവരുടെ കൂടി ഈ ഫയലൊക്കെ തപ്പി. അല്ലാണ്ട് ഉദ്യോഗസ്ഥരൊന്നും തപ്പിയൊന്നും അല്ല. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അറിവുള്ളവരൊക്കെ ആണെങ്കിൽ ഉദ്യോഗസ്ഥരെ സോപ്പിട്ട് റെക്കോർഡിങ് എടുക്കുക, ഞാൻ നോക്കാമെന്നും പറഞ്ഞ് ഈ രജിസ്റ്റർ തപ്പി അവർ കണ്ടുപിടിച്ചതാണ്ട് ഇതെടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ ആ സെർച്ചിങ്ങിൻ്റെ സമയം മെമ്പർമാർ ചെയ്യുന്നതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങനെയുള്ള മെമ്പർമാരായി മിടുക്കന്മാരാന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് സ്മാർട്ട് പദ്ധതി പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി. അതിന് വലിയൊരു എഫേർട്ടുണ്ട്. ഗവൺമെൻറ് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. എല്ലാ പഞ്ചായത്തും മുഴുവൻ കമ്പ്യൂട്ടറൈസ് ചെയ്ത്, പഞ്ചായത്തിൻ്റെ ഫണ്ടൊന്നുമല്ല, ഗവൺമെൻറ് ഫണ്ട് തന്നെ വെച്ച് മുഴുവൻ കമ്പ്യൂട്ടറൈസ് ചെയ്ത് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി ഇനി വരുന്ന പഞ്ചായത്ത് മെമ്പർമാർക്ക് പഞ്ചായത്തിൽ പദ്ധതി നിർവഹണമെന്ന് പറഞ്ഞ ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന അപേക്ഷകളും ഫീസുകളും ആനുകൂല്യം അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടല്ലോ. ആ സേവനങ്ങൾ മുഴുവൻ ഓൺലൈനായി. ഇപ്പോൾ ഒരാൾക്ക് ജനന സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലൊരു സ്മാർട്ട് ഫോണും പ്രിൻ്ററും നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇരുന്ന് തന്നെ പഞ്ചായത്തിൻ്റെ പേരും അടിച്ച് ജനനത്തിൻ്റെ ഡേറ്റും അടിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് പോലും വേണ്ട, നമ്മുടെ ഇതിലേക്ക് അതിൻ്റെ റെക്കോർഡ് കിട്ടും. നമ്മൾ പ്രിൻ്റ് എടുത്താൽ മതി. നമ്മുടെ സ്മാർട്ട് വന്നതിൻ്റെ ഫലമായിട്ട് ഈ നല്ല ഫോണുകളുള്ള മുഴുവൻ ആൾക്കാർക്കും വീട്ടിൽ, അതായത് ഇപ്പം നമ്മുടെ ഈ പുതിയ തലമുറക്ക് മുഴുവൻ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു കൈകാര്യം ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ട മുഴുവൻ സേവനങ്ങളും ഇപ്പം നമ്മൾ നമ്പർ ഇടണമെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പെർമിറ്റ് എടുക്കാൻ ഇത് കൊടുത്താൽ മതി. പെൻഷനുള്ള അപേക്ഷ ചെയ്താൽ മതി. ഒരു പേപ്പറിൽ എഴുതി ഒരു അപേക്ഷ പോലും ഇപ്പം പഞ്ചായത്തിൽ കൊടുക്കണ്ട ഒരു കാര്യത്തിനും. നേരിട്ട് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുക, ഓൺലൈനിൽ പ്രിൻ്റ് കിട്ടുക. അപ്പം പഞ്ചായത്ത് മെമ്പർമാരുടെ അത്തരത്തിലുള്ള ചുമതലകൾ മുഴുവൻ തീർന്നു. അതുപോലെ തന്നെ വേറെ കാര്യം, ഇപ്പോൾ ഈ വോട്ടർ പട്ടിക പേര് ചേർക്കുന്ന സംവിധാനം വന്നു. നേരത്തെയൊക്കെ വോട്ടർ പട്ടിക പേര് ചേർക്കണമെങ്കിൽ നമ്മൾ ഈ റെക്കോർഡുകളെല്ലാം ആയിട്ട് ചെന്ന് ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ അവിടെ ചെന്ന് എന്തെല്ലാം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഈ പുറത്തുള്ള ഇപ്പം കൊള്ളയാണ്ടുള്ള ഒരാൾക്ക് വോട്ടർ പട്ടിക പേര് ചേർക്കണം. തിരുവനന്തപുരത്ത് ജോലി ചെയ്യണമെങ്കിൽ അവൻ തിരുവനന്തപുരത്ത് നിന്ന് അവധി എടുത്ത് ഇവിടെ വന്ന് ഹിയറിങ്ങിന് ഹാജരായാലേ അവന് വോട്ടർ പട്ടിക പേര് ചേരുവാണുള്ളൂ. ഇപ്പം ഓൺലൈനിൽ തിരുവനന്തപുരത്തിരുന്ന് കൊള്ളയാട് പഞ്ചായത്തിലെ താമസക്കാരൻ തിരുവനന്തപുരത്ത് താൽക്കാലികമായിട്ട് ജോലി ചെയ്യുകയാണ്, ഇവിടെ തിരുവനന്തപുരത്തിരുന്ന് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കാം. ഹിയറിങ്ങിന് അവന് ഡേറ്റ് കിട്ടും. ആ ഹിയറിങ്ങിൻ്റെ അന്ന് ഓൺലൈനിൽ തന്നെ ഇവന് സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റെക്കോർഡുകൾ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പം അവന് വോട്ടർ പട്ടിക പേര് തരും. ഈ ആണ്ടിൽ വോട്ടർ പട്ടിക പേര് ചേർക്കുകയായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയമില്ല. ചേർന്ന് റെക്കോർഡുകൾ കറക്റ്റായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരു സമയനാശവും ഇല്ലാണ്ട്. അതായത് ഈ സ്മാർട്ട് പദ്ധതി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറിയാണ്. അതിന് ഈ ഗവൺമെൻറ് അഭിനന്ദിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇത് വളരെ കാര്യക്ഷമമായി പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി. അത് ഒരു LDFിൻ്റെ UDFിൻ്റെ പഞ്ചായത്തിനില്ല, മുഴുവൻ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയതിൻ്റെ ഗുണഫലം നമ്മൾ അനുഭവിക്കുക. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഇങ്ങോട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംവിധാനം പഞ്ചായത്തുകളിൽ കൂടെ ഗവൺമെൻറ് നിർബന്ധിതമായി നടപ്പിലാക്കിയത് കൊണ്ടാണ് നമുക്കൊക്കെ അതിൻ്റെ
ഗുണം കിട്ടുന്നത്. അപ്പം സംവിധാനം മാറി. ഇനി വരുന്ന പഞ്ചായത്ത് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം എന്താ? ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പദ്ധതി വിഹിതം, അത് 30% ഗവൺമെൻറ് പദ്ധതി വിഹിതം പഞ്ചായത്തുകൾക്ക് വീതിച്ച് കിട്ടും. അതും ആ പഞ്ചായത്തുകൾ കിട്ടുന്ന തനത് ഫണ്ട്, അതുപോലെ നികുതി ഫീസായിട്ടും പിന്നെ ടാക്സ് ആയിട്ടും പിന്നെ വാടകയായിട്ടും ഒക്കെ കിട്ടുന്ന പൈസയുണ്ടല്ലോ. ആ പൈസയിലാണ് കൂടിയാണ് തനത് ഫണ്ടെന്ന് പറയുന്നത്. ആ പൈസയും ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസയും അതൊരു പ്രോജക്റ്റാക്കി ഗവൺമെൻറ് DPC എന്ന് പറഞ്ഞാൽ അംഗീകാരം മേടിക്കണം. ജനഗ്യാസ് എന്ന മാർഗരേഖയുണ്ട്. ആ മാർഗരേഖയിൽപ്പെട്ട കാര്യങ്ങൾക്കാണ് ഫണ്ട് വിനിയോഗിക്കേണ്ടത്. അവരത് കൃത്യമായിട്ട് ആ മാർഗരേഖ എന്ന് പറഞ്ഞാൽ പിന്നെ ഉൽപ്പാദന മേഖല, കൃഷി ഉൾപ്പെടെയുള്ള ഉൽപ്പാദന മേഖല ഇത്ര ശതമാനം തുക നീക്കി വെക്കണം, വനിതകൾക്ക് വേണ്ടി ഇത്ര ശതമാനം തുക നീക്കി വെക്കണം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇത്ര ശതമാനം നോക്കി വെക്കണം, പട്ടികജാതി പട്ടികവർഗ അതിന് സെപ്പറേറ്റ് ഫണ്ടാണ് തരുന്നത്. പട്ടികജാതിക്കാർക്ക് പ്രത്യേക ഫണ്ട്, പട്ടികവർഗക്കാർക്ക് പ്രത്യേക ഫണ്ട്. അപ്പോൾ ആ മാർഗരേഖ പ്രകാരം ഈ ഫണ്ട് വീതിച്ച് പ്രോജക്റ്റ് ഉണ്ടാക്കി ഗവൺമെൻറ് കൊടുത്ത് അപ്രൂവൽ വാങ്ങിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ള നിസ്സാര ഒരു പണി മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തി അത് കൃത്യമായി വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ജനപ്രതിനിധിയുടെ ഒരു ചുമതല. അത് മാത്രമായിട്ട് ഒതുങ്ങി. സേവനം പഞ്ചായത്തിന് കിട്ടേണ്ട സേവനങ്ങളെല്ലാം ഒരു മെമ്പർ ഇല്ലെങ്കിലും വീട്ടിൽ ഇരുന്ന് ഓൺലൈനായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടുണ്ടായ നേട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മാറ്റമാണ്. മെമ്പർമാർക്ക് ഒരുപാട് സമയം സമയം ഫ്രീയാ. അവർ ഓൺലൈനിലാണ് ഇപ്പം. നേരത്തെ ഗ്രാമസഭയ്ക്ക് എല്ലാ മെമ്പർമാരുടെയും വീട്ടിൽ കൊണ്ട് നോട്ടീസ് കൊടുക്കണം. ഇപ്പം എങ്ങനെയാ? ഈ ഗ്രാമസഭ മെമ്പർമാരുടെ എല്ലാവരുടെയും കൂട്ടി അങ്ങളുടെ ഫോൺ നമ്പർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കാം എല്ലാ മെമ്പർമാരും. നേരെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇട്ട് കഴിയുമ്പം എല്ലാവരും അറിഞ്ഞു. അതും മറ്റത് നോട്ടീസുമായിട്ട് ഞാനൊക്കെ എത്രയോ പ്രാവശ്യം പഞ്ചായത്തിൻ്റെ ആണ്ടിൽ മിനിമം ഇത്ര ഗ്രാമസഭ കൂടണമെന്നുണ്ട്. ഈ നോട്ടീസുമായിട്ട് നമ്മളും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കുടുംബശ്രീക്കാരുടെ സേവനം മേടിക്കും. അത് നമ്മൾ വിനിയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബശ്രീ നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയിൽ ഇത്രയും പങ്ക് വഹിച്ച ഒരു വിഭാഗം വേറെയൊന്നുമില്ല. എല്ലാവരും കുടുംബശ്രീക്കാരാണ്. അവിടെ പോയിരുന്ന് കുറ്റം പറയുന്ന കുറവാണെന്ന് പറയുന്നില്ലേ? സാമ്പത്തികമായിട്ട് കേരളത്തെ വളർത്തിയത് കുടുംബശ്രീയാണ്. നമ്മൾ വലിയ വലിയ പ്രോജക്റ്റുകളെ പറ്റി പറയല്ല, സാധാരണ ഒരു കുടുംബത്തിൻ്റെ വരുമാനത്തിൽ അവരുടെ ആവശ്യങ്ങളിൽ ഏറ്റവും സഹായമായത് കുടുംബശ്രീയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റി. അവർക്ക് ഇന്ന് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനും വീട്ടിൽ ഭർത്താവിനെ നിയന്ത്രിക്കാനും എന്ന് പറയാൻ തെറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെയല്ലെന്ന് പറയാനുള്ള ആർജവം അവർക്കുണ്ടായി കുടുംബശ്രീ കൂടിയാണ്. അതിലൊക്കെ ഉപരി ഇന്ന് ഈ സ്ത്രീകളെ ഭർത്താക്കന്മാർ ബഹുമാനിക്കുന്ന ഇത് വലിയ പിന്നെ കുടുംബശ്രീയിൽ പെടാത്തല്ല, കുടുംബശ്രീയിൽപ്പെട്ട വനിതകളെ ഭർത്താക്കന്മാരിന്ന് ബഹുമാനിക്കുന്ന ഒരു സാഹചര്യം വന്ന് എന്തുകൊണ്ടാണെന്നറിയോ? അവരെ ഏൺ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പറയാം. ഒരു 10 സെൻറ്റ് ഭൂമിയുള്ള ഒരാൾ, പുള്ളിയുടെ കൊച്ചിന് ഇപ്പോൾ എന്തെങ്കിലും ഉന്നത വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് പൈസ വേണം, അല്ലെ അവരുടെ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി പൈസ വേണം. എവിടുന്ന പൈസ? ഈ 10 സെൻറ്റും കൊണ്ട് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു ബാങ്കുകാരും ലോൺ കൊടുക്കുകയില്ല. കാരണം ഈ വീടിൻ്റെ സ്ഥലം ഇട്ട് കഴിഞ്ഞ് മിച്ചമുള്ള സ്ഥലമില്ല, ഇപ്പം ജപ്തി ചെയ്യാൻ പോലും പറ്റുമോ? അപ്പോൾ ഒരു ബാങ്കുകാരും അതിനകത്ത് ഇൻകത്തിന് അല്ലെങ്കിൽ ജോലിയുള്ളവരാണ് സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുക്കാം. അങ്ങനെ ഇല്ലാത്ത ഒരു ലോണും കിട്ടിയാല, ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയാല. പക്ഷേ ഒരു നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടായിരിക്കുകയും അവർ കൃത്യമായിട്ട് അവരുടെ നിക്ഷേപവും ലോണും എല്ലാം കൃത്യമായിട്ടാണ് പോകുന്നതെങ്കിൽ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും അവർക്ക് ലോൺ കിട്ടും. വേറെ ഒന്നും വേണ്ട. ഈ ഇവരുടെ ആപ്ലിക്കേഷനും ആ പഞ്ചായത്ത് പ്രവർത്തിക്കുന്ന CDSൻ്റെ ഒരു സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ ബാങ്കുകാർ ക്യൂ നിൽക്കുക. ഇവർ ചെന്ന് കഴിഞ്ഞാൽ അന്നേരപ്പോഴേ ഇവർ കുടുംബശ്രീക്കാരുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ ഒരു അപേക്ഷ കൊടുത്താൽ അപ്പോഴേ 20 ലക്ഷം രൂപ കിട്ടും. 10 വനിതകളുള്ളൊരു കുടുംബശ്രീ ആണെങ്കിൽ അതിൻ്റെ അകത്ത് 5 ആർക്കെങ്കിലും ആവശ്യം വന്നാൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് വെച്ച് എന്നാൽ സഹോദരനെ സഹായിച്ചേക്കാമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ലോൺ എടുക്കുക, ആ പുള്ളിക്ക് കൊടുക്കുക, അവരുടെ കാര്യം നടത്തുക, തിരിച്ചടക്കുമ്പോൾ ഈ പുള്ളിക്കാർ തിരിച്ചടച്ചോളും. അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ ബാങ്കുകളുടെ ഏറ്റവും നല്ല ലോൺ എന്ന് പറയുന്നത് കുടുംബശ്രീ ലോണാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാൻ പ്രസിഡൻ്റായ സമയത്ത് തുടങ്ങി വെച്ചപ്പോൾ ഞാനിത് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചതാണ്. എത്ര ലക്ഷം രൂപ ഇവർക്ക് കിട്ടിയെന്നറിയോ? ആ ലോണിന് സബ്സിഡിയും കിട്ടും. കൃത്യമായിട്ട് അടച്ചാൽ കുടുംബശ്രീ മിഷനിൽ നിന്ന് പലിശയ്ക്ക് ഇവർക്ക് സബ്സിഡിയും കിട്ടും. അതും ഭയങ്കര ലാഭം. ആ തുകയെന്ന് പറയുന്നതാണ് നമ്മുടെ ഈ നാട്ടിലെ സാമ്പത്തിക അടിത്തറ. കുടുംബശ്രീ മാത്രം ഇവരെടുക്കുന്ന ഈ ലോണും തിരിച്ചടവും അതിൻ്റെ ഇടപാടും കുടുംബശ്രീക്ക് എല്ലാം കൂടെ കേരളത്തിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ വനിതകളെല്ലാം ഇട്ടിരിക്കുന്ന ചെറിയ നിക്ഷേപം എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. ഒരു ബാങ്കുകളുടെ മൊത്തം ഡിപ്പോസിറ്റിനെ കഴിഞ്ഞും കൂടി തുക, ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ മൊത്തം ഡിപ്പോസിറ്റിനെ കഴിഞ്ഞും കൂടി തുക കുടുംബശ്രീക്കാരുടെ ഡിപ്പോസിറ്റ് ഉണ്ട്.
അപ്പോൾ അവരുടെ സേവനം എന്ന് പറയുന്നത് നമ്മൾ നോക്കും, ചുമ്മാ വിമർശിക്കുന്നവർക്ക് അത് കുടുംബശ്രീ, ഇത് തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറയാം. അവർ നമ്മുടെ സാമൂഹിക ഘടനയിൽ വരുത്തിയ മാറ്റം വലുതാണ്. കാരണം എനിക്ക് 20 വർഷം കൊണ്ട് ഇവരെല്ലാം 20 വർഷം മുമ്പ് ഒരു നിവൃത്തിയില്ലാണ്ടിരുന്ന സ്ത്രീകളൊക്കെ ഇപ്പം നല്ല പവറിലേക്ക് അവർ വന്നത് ഇതുകൊണ്ടാണ്. പക്ഷെ അവരറിയുന്നില്ല അവരുടെ മാറ്റം ഇതുകൊണ്ടാണ് വന്നതെന്ന്. അവർക്ക് സ്വയം മനസ്സിലാകുന്നില്ലെങ്കിലും മാറി നിന്ന് കാണാൻ നമുക്ക് മനസ്സിലാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. ഇപ്പോൾ കുടുംബശ്രീൻ്റെ ഒക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് നഗരത്തിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ ഉണ്ട്. ജിമ്മാണെങ്കിലും ഹെൽത്ത് ക്ലബ്ബുകൾ അങ്ങനത്തെ ഫെസിലിറ്റി സിറ്റിയിലുണ്ട്. ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവർ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ട, ചിലപ്പോൾ മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള സൗകര്യങ്ങളൊക്കെ കുറയുന്നൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു സന്തോഷത്തിനാണെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ഒരു സമയം കഴിഞ്ഞ് പുറത്തിറങ്ങി ആസ്വദിക്കുക എന്നുള്ളതൊക്കെ സാധ്യമല്ലാത്തൊരു സ്ഥിതിയുണ്ട്. അത് എങ്ങനെ നമുക്ക് ഈ സ്ത്രീകളുടെ ഒരു ജീവിതം മെച്ചപ്പെടുത്താം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ ഇപ്പോൾ ഉണ്ടായ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതിൻ്റെ ഭാഗമെന്ന് പറയുന്നത് എല്ലാവരും ഏതെങ്കിലും രീതിയിൽ തൊഴിലിടപെടുന്നവരായി മാറി. അപ്പോൾ അവരുടെയൊക്കെ ഈ തൊഴിലെന്ന് പറയുന്നത് നേരത്തെ കായികാധ്വാനമായിരുന്നെങ്കിൽ കായികാധ്വാനം ഇല്ലാത്ത ജോലികളിലാണ് ഇപ്പോൾ എല്ലാവരും വന്നിരിക്കുന്നത്. വീടിൻ്റെ അടുക്കളയിൽ പോലും ഇപ്പോൾ മുള അരയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവരുടെ എല്ലാം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും പ്രഷറായി, ഷുഗറായി, കൊളസ്ട്രോളായി, ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. എക്സസൈസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ വർഷം ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രാധാന്യം കൊടുത്ത് വനിതാ ഘടകത്തിൽ നിർബന്ധമായിട്ട് പൈസ വെക്കണം. വനിതകൾക്കായി ഞങ്ങൾ വെച്ച പ്രോജക്റ്റാണ് വനിതകൾക്കായിട്ടുള്ള ഫിറ്റ്നസ് സെൻ്ററുകൾ. അപ്പം ബ്ലോക്കിൻ്റെ കീഴിലുള്ള എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും നമ്മൾ ഒരു 2-3 ഫിറ്റ്നസ് സെൻ്ററുകൾ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ 3 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ, ഫിറ്റ്നസ്സിന് വേണ്ട ഉപകരണങ്ങൾ ഈ ഓരോ ഫിറ്റ്നസ് സെൻ്ററിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് അലോട്ട് ചെയ്തു. അപ്പം ഇപ്പം ഞാൻ കുറളയാണ്ട് ഡിവിഷനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. എൻ്റെ ഡിവിഷനിൽ 3 ഫിറ്റ്നസ് സെൻ്ററുകൾ തുടങ്ങി. അപ്പോൾ 3ാമത്തെ ഫിറ്റ്നസ് സെൻ്റർ തുടങ്ങിയത് ഒരു 1-2 മാസമായിരുന്നു. കണിയോടി അങ്കനവാടിയിടം. ഇപ്പോൾ ഇതിൻ്റെ സ്ഥലം പ്രശ്നമാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലം എന്ന് പറയുന്നത് എല്ലായിടത്തും ഈ അങ്കനവാടികൾ പണിതിട്ടുണ്ട്. അങ്കനവാടികൾ വാർക്കൊക്കെ ആയിട്ടാണല്ലോ പണിയുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ സ്ഥലം കിടക്കുക, അതിൻ്റെ മുകളിൽ റൂഫിങ്ങോടെ നടത്തിക്കഴിഞ്ഞാൽ, ഇലക്ട്രിഫിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ സൗകര്യമായിട്ട് ഈ ഫിറ്റ്നസ് സെൻ്ററുള്ള സൗകര്യമാവും. അപ്പോൾ ഈ കണിയോടി അങ്കനവാടിയുടെ മുകളിൽ ഞങ്ങൾ റൂഫിങ് നടത്തി, ഇലക്ട്രിഫിക്കേഷനൊക്കെ നടത്തി, ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ആ പ്രദേശത്തുള്ള അപ്പം ഈ കുറളയാട് കളത്തൂർ എന്ന് പറഞ്ഞാൽ 100% ഗ്രാമീണ മേഖലയാണ്. ഞാനത് അവിടെ തുടങ്ങുമ്പോൾ ഇതിനെങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾ വരുമോ എന്നെനിക്കൊരു സംശയം. കാരണം ഇവരൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന വീട്ടമ്മമാരും കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇടപെടുന്നവരെ ഇവർ വരുമെന്ന് എനിക്ക് വലിയ സംശയമായിരുന്നു. പക്ഷേ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് കുറേ ആൾക്കാരുടെ ഉദ്ഘാടനത്തിന് വന്നെന്ന് പറഞ്ഞ് ഒരു പബ്ലിസിറ്റി കൊടുത്തു. നോട്ടീസൊന്നും അടിച്ചില്ല. ഞാൻ ഫോണിൽ വിളിച്ച് ഓരോ വീട്ടുകാരെയും ഫോണിൽ പേഴ്സണലായിട്ട് വിളിച്ചോളൂ ഇങ്ങനെ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10-75 വനിതകൾ വന്നു. അവരോട് ഈ വിഷയങ്ങൾ പറഞ്ഞു. ഞാനോടത്ത് ഇവർ ഇതെല്ലാം കേട്ടേച്ച് പോകുന്നു. പിറ്റേ ദിവസം തുടങ്ങുകയെന്ന് പറയും. അവിടെ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിറ്റ്നസ് തന്നെ പോരാ, യോഗയ്ക്കും പ്രധാനമുണ്ട്. അപ്പം കുറളങ്ങാട്ടെ ആയുഷ് യോഗയുടെ ഒരു സംവിധാനമുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്. അവിടെ യോഗയ്ക്ക് തന്നെയുള്ള ഡോക്ടർമാരുണ്ട്. അവരെ വിളിച്ച് എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ യോഗയ്ക്ക് ശേഷം ഫിറ്റ്നസ്. അത് വന്നു കഴിഞ്ഞപ്പോൾ എന്താ, ഒറ്റ സമയം യോഗ എല്ലാവർക്കും കൂടെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 15 പേർക്ക് അറ്റ് എ ടൈം പറ്റത്തുള്ളൂ. അപ്പം ഒരു ഒറ്റ പ്രാവശ്യം യോഗ ചെയ്ത് ഈ 15 പേർക്ക് ഒരു 15 ദിവസത്തെ കോച്ചിങ് നടത്തിയിട്ട് പൊക്കോളാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആദ്യത്തെ 15 പേര് കഴിഞ്ഞു, അടുത്ത 15 പേര് കഴിഞ്ഞ് 3ാമത്തെ 4ാമത്തെ ബാച്ച് നടക്കുക. അവിടെ ഫുൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞിടം വരെ ഇതിനൊരു ഫുൾ വനിതകളാണ്. അവർ തന്നെ വളരെ ഹാപ്പി. രാവിലെ വരുന്നു, യോഗ ചെയ്യുന്നു, അത് കഴിഞ്ഞ് എക്സസൈസ് ചെയ്യുന്നു, പിന്നെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് വലിയ ഹാപ്പി. അവർ ചെയ്ത അവരുടെ എനിക്കത് കഴിഞ്ഞ ദിവസം എന്നോടൊന്നും പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു ഗുണഭോക്തൃ സമിതി ഉണ്ടാക്കി. ഇവരുടെ എല്ലാം കൂടി പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സമിതി ഉണ്ടാക്കി. അവരെ ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഇനി ഇതിന് വേണ്ടി വരുന്ന മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ ഫണ്ടില്ലല്ലോ, നിങ്ങൾ തന്നെ ചെയ്യണം. അവർക്ക് ഫീസൊക്കെ അവർ തന്നെ തീരുമാനിച്ച് അവർ തന്നെ ഫണ്ടുണ്ടാക്കി ചെയ്യുക. അപ്പോൾ അവിടെ ഒന്നുമില്ല. ഒത്തവണ പിന്നെ ഈ ഓണം വന്നു, വലിയ ഓണം എന്നെയും വിളിച്ചു, വലിയ ഓണസദ്യ ഇവരെല്ലാം കൂടി നടത്തി. അത് കഴിഞ്ഞിട്ട് അവർ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 1 ഡേ ടൂറ് അവർ തന്നെ വണ്ടി വിളിച്ച്, വലിയ സന്തോഷം. കാരണം അതിനകത്ത് ഒരു 40 വയസ്സ് തൊട്ട് 65-70 വയസ്സ് വരെയുള്ളവരുണ്ട്. അവരെല്ലാം കൂടെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് 10-45 പേർ ഒന്നിച്ച് നമ്മുടെ കൊല്ലത്തിന് ഒരു ടൂറും ഒക്കെ വെച്ച് വൈകുന്നേരം രാത്രി 2 മണിയായപ്പോഴാണ് ഇവരൊക്കെ തിരിച്ചു വന്ന്.
അപ്പോൾ ഇവർ ഭർത്താക്കന്മാരൊക്കെ എന്നെ വിളിച്ച് പോയരിഞ്ഞ് വന്നില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ആരും അടിച്ചുപൊളി. കാരണം അവർക്ക് കിട്ടിയ വീടിൽ തന്നെ ഇരുന്ന് മടുത്തവർക്ക് പുറത്തിറങ്ങി എക്സസൈസ് ചെയ്യാനും ഒന്ന് കൂട്ടം കൂടാനും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടാക്കി. എൻ്റെ അതിനകത്ത് ഞാനും ഇവരുടെ ചർച്ചയൊക്കെ ഞാനും കേൾക്കുന്നുണ്ട്. അപ്പം ഇവർ വളരെ എനർജറ്റിക്കായി. അപ്പോൾ ഇത് വളരെ മസ്റ്റാണ്. അത് നമുക്ക് അതുപോലുള്ള സൗകര്യം ഉള്ളിടത്തൊക്കെ ചെയ്തു കൊടുക്കണം. ഞാനിപ്പോൾ 3 ലക്ഷം രൂപയുടെ ഉപകരണമാണ് കൊടുത്തിരിക്കുന്നത്. വരും കാലങ്ങളിൽ അവിടെ കൂടുതൽ ഉപകരണങ്ങൾ, ഈ ഇത്തരം ഉപകരണങ്ങൾക്ക് ഭയങ്കര വിലയാണ്. കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ ഈ സ്ത്രീകളുടെ ഒരു നല്ല ശാക്തീകരണത്തിനും അവരുടെ ആരോഗ്യത്തിനും ഈ സംവിധാനങ്ങൾ നല്ലതാണ്. ഉഴൂർ ബ്ലോക്കിൻ്റെ കീഴിൽ ഇതെല്ലാം കൂടി വരുമ്പം ഒരു 25ഓളം ഫിറ്റ്നസ് സെൻ്ററുകൾ നമ്മുടെ പഞ്ചായത്ത് ഉഴൂർ ബ്ലോക്കിൻ്റെ കീഴിൽ എല്ലാ പഞ്ചായത്തിലുമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊരു ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം മറ്റു എല്ലാ പഞ്ചായത്തുകളിൽ ഫിറ്റ്നസ് സെൻ്ററുകൾക്ക് പൈസ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. പഞ്ചായത്ത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനൊക്കെ വരാനിരിക്കുമ്പോൾ പുതിയ കുട്ടികളുണ്ട്. ഇപ്പോൾ 18 കഴിഞ്ഞവരും വോട്ടവകാശം കിട്ടിയവരും ഒക്കെ ഉണ്ട്. മുമ്പ് ഞങ്ങളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ ഞാനും കേട്ടിട്ടുണ്ട്, എന്തിനാ ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്, ഈ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്തിട്ട്. പിന്നെ ത്രിതല പഞ്ചായത്താണ്, അപ്പോൾ അതിനെപ്പറ്റി ഒരു ധാരണയില്ല. പണ്ട് UP പാഠപുസ്തകത്തിലൊക്കെ കുറച്ച് പഠിച്ച് അത് അവിടെ മറന്നു കളഞ്ഞു എന്നല്ലാതെ ഇതെന്തിനാണ്, ഈ സംവിധാനം എന്തിനാണ്, എങ്ങനെ വോട്ട് ചെയ്യണം, ഒരു ധാരണക്കുറവുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ വേറൊരു കാര്യം പറയാറുള്ളത് എപ്പോഴും പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അഴിമതിയാണ് എന്ന് യൂത്തിന് എപ്പോഴും ഒരു അഭിപ്രായമുണ്ട്. അവിടെയൊക്കെ അഴിമതിയല്ലേ, എന്തിനാണ് അവിടേക്ക് ആളുകളെ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നൊരു ധാരണ വയ്ക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് അഭിപ്രായം? അതുപോലെ എന്താ യൂത്തിനോട് പറയാനുള്ളത്? ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു പഞ്ചായത്തിലും ഈ മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അഴിമതിക്കുമുള്ള ഒരു സ്കോപ്പും ഇല്ല. കാരണം ഇതെല്ലാം ഓൺലൈനിലായി. ഒരു വർക്ക് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലുള്ള എവിടെ നിന്നുള്ള കോൺട്രാക്ടർക്ക് വേണേലും ഇതിന് അപ്ലൈ ചെയ്യാം. ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്ത കോൺട്രാക്ടർ ആരാണേലും അവർക്ക് തന്നെ ഇത് കൊടുക്കാനൊക്കെ ഉള്ളൂ. വേറെ ആൾക്ക്, നമുക്കിഷ്ടമുള്ള ഒരാൾക്ക് മാറിക്കൊടുക്കാനൊക്കത്തില്ല. അപ്പം ഭയങ്കരമായ കോമ്പറ്റീഷനായി ഈ മേഖലയിൽ. ഇപ്പം ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് റിവൈസ് ചെയ്യും. സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് റിവൈസ് ചെയ്യും. കഴിഞ്ഞ 2-3 വർഷമായിട്ട് റിവിഷൻ ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഈ കോൺട്രാക്ടർക്ക് വർക്ക് എടുക്കത്ത് കഴിഞ്ഞാൽ മുതലാകത്തില്ല. അപ്പം വർക്ക് 1 ടെൻഡർ ചെയ്ത് 2 ടെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാണ്ട് വന്നു കഴിയുമ്പം മെമ്പർമാർ വൈകിട്ട് ചെയ്യാനായിട്ട് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്, നടക്കുന്നില്ല. അവസാനം ഓരോ കോൺട്രാക്ടർമാരുടെ കയ്യെ പിടിച്ചാൽ ഇതൊന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചാണ് പലരും വർക്ക് എടുപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൻ്റെ അടുത്ത് ഒരു ചായ പോലും അവൻ്റെ കൂടെ ഇരുന്ന് മേടിച്ചാൽ കോൺട്രാക്ടർക്ക് അങ്ങോട്ട് ചായ മേടിച്ച് കൊടുത്ത് വർക്ക് ചെയ്യിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളത്. രണ്ടാമത് ഓൺലൈനിലാണ് ഇപ്പം നടക്കുന്നത്. ഓൺലൈനിൽ നടക്കുന്നതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഒരാളെ ഇന്ന ആളാണ് ഈ വർക്ക് എടുക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് ഈ വർക്ക് നടക്കുന്നു. നേരത്തെയൊക്കെ എംബുക്കായിരുന്നു. ഈ എംബുക്കൊക്കെ കൈകൊണ്ട് എഴുതുമായിരുന്നു. അപ്പം പിന്നെ ഒരാൾ ആദ്യം മെറ്റീരിയൽ കൊണ്ട് ഇറക്കി അത് അളന്ന് തിട്ടപ്പെടണം. അത് കഴിഞ്ഞിട്ടാണ് ഓരോന്നിൻ്റെ കൃത്യമായിട്ട് എഴുതി പോകണം. ഇതെല്ലാം കൂടെ അവസാനം ഒന്നിച്ചിരുന്ന് എഴുതുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അവിടെ ഈ ഓരോന്നും വെച്ച് ടെൻഡർ അംഗീകരിച്ച് കഴിഞ്ഞാൽ വർക്ക് തുടങ്ങുന്ന ദിവസം അത് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അവിടെ മെറ്റീരിയൽ അളക്കഴിഞ്ഞാൽ അളന്ന് കമ്പ്യൂട്ടറിൽ ചെയ്യണം. അത് സാധനം കഴിഞ്ഞിട്ട് അത് മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ എഴുതണം. ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പണി നടക്കുന്നത് കമ്പ്യൂട്ടറിൽ എഴുതണം. ഇതെല്ലാം കൃത്യമായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അത് കൃത്യത അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് സ്മാർട്ട് ഓൺലൈൻ സംവിധാനം വന്നതിൻ്റെ ഗുണം ജനങ്ങൾക്കാണ്. കൃത്യമായിട്ട് പഞ്ചായത്തുകൾ അഴിമതിരഹിതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം നല്ല വിദ്യാഭ്യാസമ്പന്നരാണ്. കൃത്യമായിട്ട് സർവീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. കുഴപ്പക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം പഴയതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ പഞ്ചായത്തിലും കുറഞ്ഞു വരിക. കാരണം ഈ ഗവൺമെൻറ് സ്മാർട്ട് പദ്ധതി കൊണ്ടുവന്ന് അതെല്ലാം അഴിമതിരഹിതമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നോട് ചോദിച്ചത് എന്നെ ഒരു തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് പുതിയ കുട്ടികൾക്ക് അതിലേക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് അതിനെപ്പോലെ തന്നെ അധികാരമുള്ള പ്രാദേശിക സർക്കാരുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പഞ്ചായത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഒരു പാർട്ടിപ്പെട്ടവർ തന്നെയല്ല വിജയിച്ചു വരുന്നത്. അതിൻ്റെ ഭരണ നേതൃത്വത്തിൽ വരുന്നത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളായാലും അവർ ചെയ്യേണ്ടത് പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരെ ഒന്നായിട്ട് കാണണം. പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് ജയിച്ചു വന്ന മെമ്പർമാരാണെന്ന് ഓർത്തുകൊണ്ട് അവരെ മാറ്റി നിർത്താണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടെ പ്രാധാന്യം കൊടുത്ത് അവരെ ഒന്നിച്ച് നടത്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് പ്രസിഡന്റിനാണ്. ഇവരെ വെറുപ്പിച്ച് നിർത്തി മാറ്റി നിർത്തി അവരെ ഒഴിവാക്കി നിർത്തി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായിട്ട് നടന്ന് ഒന്നും നടക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷവും പ്രസിഡന്റിനാണ്.
അപ്പം കഴിവുള്ള ഒരു പ്രസിഡൻ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ പഞ്ചായത്തിൽ വരുന്ന മുഴുവൻ പ്രത്യേകിച്ച് പ്രതിപക്ഷ മെമ്പർമാർ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് കൂട്ടത്തിലെടുത്ത് അവരുടെ അഭിപ്രായം പരിഗണിച്ച് ഐക്യൻ്റെ കാര്യങ്ങൾ ചെയ്തു പോയാൽ പഞ്ചായത്ത് വികസനം ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റ് മാക്സിമം നിയന്ത്രിച്ചു പോവുകയാണെങ്കിൽ അതാണ് പഞ്ചായത്ത് പ്രസിഡൻ്റെ കഴിവ്. നമ്മുടെ ഏത് വിഷയവും സ്വാർത്ഥ താല്പര്യത്തോടു കൂടി ചെയ്യാതിരിക്കുക, പൊതു താല്പര്യം മുൻകൈ എടുക്കുക. പൊതു താല്പര്യത്തിന് മുൻകൈ എടുത്ത് വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വികസനം ഉണ്ടാവും, നാട് നന്നാവും, അതിൻ്റെ ഗുണം ജനത്തിന് കിട്ടും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് അതുപോലെ ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ച് നിർത്താൻ കഴിയുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ധാരണയുള്ള ഇച്ചിരി വിദ്യാഭ്യാസമുള്ള, വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു മോശക്കാരാണെന്നുള്ളതല്ല. ഈ ഗവൺമെൻറ്റിൽ നിന്നുള്ള കടലാസുകളെല്ലാം ഇപ്പോൾ ഓൺലൈനാണ്, മുഴുവൻ ഓൺലൈനിലാണ് വരുന്നത്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ മൊബൈലിലേക്കൊക്കെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മനസ്സിലാക്കാനും അത് റിപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ ജനപ്രതിനിധികളായിട്ട് വരുന്നാൽ അതിൻ്റെ സംഗതിക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ഭരണസ്ഥാപനം എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണ്. ഗുണഭോക്താക്കളെ ജനങ്ങൾക്ക് ആനുകൂല്യമാണ്. അതിൻ്റെ മുകളിലാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ പരിധി മാത്രമേ ഉള്ളൂ. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു 3-4 പഞ്ചായത്തിൻ്റെ ഏരിയ എല്ലാം കൂടെ വന്നത്. ആ ഏരിയയ്ക്കകത്ത് വരുന്ന അവർക്ക് വരുന്ന ഒരു സെക്കൻഡറി ലെവലാണ്. അവർക്ക് വേറെ സ്വന്തം ഒരു പൈസ പോലും സ്വന്തം ഫണ്ടില്ല. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പദ്ധതി വീതം മാത്രമേ ഉള്ളൂ. ആ പദ്ധതി വീതം ഗവൺമെൻറ് പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് നടപ്പിലാക്കുമ്പം ഈ ഗുണപരമായ പദ്ധതികൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അവരുടെ ചുമതല. അതിൻ്റെ മുകളിലാണ് ജില്ലാ പഞ്ചായത്ത് വരുന്നത്. ജില്ലാ പഞ്ചായത്താണ് ഒരു ജില്ലയിലെ ഈ തദ്ദേശ ഭരണ വകുപ്പുകളുമായി ബന്ധപ്പെടുന്ന എല്ലാത്തിനും ഒരു നയം DPC എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ ആ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് നേതൃത്വത്തിലാണ് ഒരു പോളിസിപരമായിട്ട് ഈ മൊത്തം പഞ്ചായത്തുകളിൽ കൂടെ നടപ്പിലാക്കാൻ പറ്റുന്ന നല്ല പ്രോജക്റ്റുകൾ വിഭാവന ചെയ്യുകയും അത് പഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടി നടപ്പിലാക്കുകയും ചെയ്യാൻ പറ്റുന്ന ജില്ലാ പഞ്ചായത്തിന് പറ്റും. ജില്ലാ പഞ്ചായത്ത് തന്നെ ഒരു കാര്യം ചെയ്തതിനെ കഴിഞ്ഞ് വളരെ നല്ലതാണ്. ബ്ലോക്കിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് നല്ല വിഷനുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് വരണം. ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഓരോ 3-4 പഞ്ചായത്തുകൾ കൂടുമ്പോൾ ഒരു ഡിവിഷൻ വരുന്നത്. അപ്പോൾ നല്ല നിലയിൽ അവിടെ ഇച്ചിരിയുടെ നേതൃത്വപരമായ കഴിവുള്ള ആൾക്കാരാണ്. പഞ്ചായത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ബ്ലോക്കിൽ പഞ്ചായത്തിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല നിലയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് പറ്റും. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചുള്ള വോട്ട് ചെയ്യുമ്പം പഞ്ചായത്തിൽ വോട്ട് ചെയ്യണം, ബ്ലോക്കിൽ വോട്ട് ചെയ്യണം, ജില്ലയിൽ വോട്ട് ചെയ്യണം. അവിടെയെല്ലാം ക്വാളിറ്റിയുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു നിലപാട് മുൻ അനുഭവങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ. ഇന്നവനാണെങ്കിൽ കുഴപ്പമില്ല, ഇന്നയാളെ കുഴപ്പമില്ല. അപ്പം ക്വാളിറ്റിയുള്ള ആൾക്കാരെ അത്തരം സാധനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. ഇത് കഴിഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വിമർശിച്ചിട്ട് കാര്യമില്ല. അതിന് മുമ്പ് തന്നെ നമ്മളിപ്പോൾ തന്നെ ഈ വരുന്ന 1 മാസം തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണ്. നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇനി പഞ്ചായത്തിലേക്ക് മെമ്പർമാരായി വരുന്നവരൊക്കെ മുന്നോട്ട് പ്രവർത്തനങ്ങൾ നന്നായി കൊണ്ടുപോകാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്? അതായത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചാണ്. ആ പഞ്ചായത്ത് രാജ് ആക്ടിനകത്ത് അതിൻ്റെ ചട്ടങ്ങളുണ്ട്, റൂൾസുണ്ട്. അത് പഞ്ചായത്ത് രാജിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ അതിന് വിലയൊക്കെ ആവും. എന്നിരുന്നാലും നമ്മൾ സ്വന്തമായി പുസ്തകം വാങ്ങിച്ച് ഇത് മുഴുവൻ വായിച്ച് പഠിക്കണമെന്ന് പറ്റിയില്ലെങ്കിൽ പോലും പഞ്ചായത്തിൽ ഈ പുസ്തകമുണ്ട്. അത് നമ്മൾ വാങ്ങിച്ച് പഞ്ചായത്തിൻ്റെ ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ ഔദ്യോഗികമായിട്ട് എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് രാജിൻ്റെ പുസ്തകമുണ്ട്. അത് ഒന്ന് റെഫർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. 2, ഈ പഞ്ചായത്ത് ഞാൻ പറഞ്ഞില്ല, പഞ്ചായത്തിന് ജോലിക്കാരെ അങ്ങനെയുള്ള ജോലികളൊന്നുമില്ല. ഈ ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളുടെ നടത്തിപ്പ് മാത്രമേ ഉള്ളൂ. ഈ പദ്ധതിയുടെ നടപ്പിന് ഓരോ വർഷവും ഗവൺമെൻറ് മാർഗ്ഗരേഖ പുറപ്പെടുവിക്കും. നിലവിലൊരു മാർഗ്ഗരേഖയുണ്ട്. ഓരോ പഞ്ചവത്സര പദ്ധതിക്കും ഓരോ മാർഗ്ഗരേഖയുണ്ട്. നിലവിലൊരു മാർഗ്ഗരേഖയുണ്ട്. ഓരോ വർഷവും ആ മാർഗ്ഗരേഖയ്ക്കകത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. അത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, മാറ്റം വരുത്തിക്കണം. ഈ പഞ്ചായത്ത് രാജ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഈ മാർഗ്ഗരേഖ, ജനകീയാസൂത്രണത്തിൻ്റെ മാർഗ്ഗരേഖ വായിച്ച് മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം ഒരു പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്തിൽ ചെന്നാൽ പ്രസിഡന്റ് സെക്രട്ടറിയും പറഞ്ഞാൽ കേട്ടു പോരാനേ ഒക്കത്തുള്ളൂ. അതിനപ്പുറമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ മാർഗ്ഗരേഖയ്ക്കകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാവുന്നതും ചെയ്യാത്തതും പറഞ്ഞിട്ടുണ്ട്. ഏത് കാര്യവും നമുക്ക് ചെയ്യാം. പഞ്ചായത്തിന് ഉണ്ടായിരിക്കുന്ന ആക്ട് അനുസരിച്ച് നമ്മളെ വിട്ടു തന്നിട്ടുള്ള ചുമതലകളിൽ ഏതും നമുക്ക് ചെയ്യാം. പക്ഷെ മാർഗ്ഗരേഖയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഒഴിവുകളുണ്ട്.
എടുത്ത വായിലേ പറഞ്ഞിട്ടുണ്ട് മാനേജ്മെൻറ്റ് സ്കൂളുകൾ, ഉദാഹരണം ഞാൻ പറയാം, മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റത്തില്ല, അത് ഗവൺമെൻറ് സ്കൂളുകളിൽ വിനിയോഗിക്കണം. ഗവൺമെൻറ് പഞ്ചായത്തിന് വിട്ടു തന്നിരിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് സ്കൂളുകളാണ് വിട്ടു തന്നിരിക്കുന്നത്, അതൊരു ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കൊറലങ്ങാട് പഞ്ചായത്തിൽ ഒരു കുര്യത്തൊരു ഗവൺമെൻറ് UP സ്കൂളേ ഉള്ളൂ. ആ സ്കൂളിൻ്റെ ശുചിത്വപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, ടോയ്ലറ്റ് അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് കൊറലങ്ങാട് ഗേൾസ് LP സ്കൂളിൽ അവർക്ക് കക്കൂസ് സംവിധാനത്തിനൊക്കെ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ മുടക്കി അതിനുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കി കൊടുത്തു. അന്നേരപ്പത്തേനും അങ്ങനെ ഒരു താല്പര്യം വെച്ച് ഞാൻ പ്രോജക്റ്റ് ഉണ്ടാക്കി എഞ്ചിനീയർ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞപ്പം അത് പറ്റത്തില്ല, മാനേജ്മെൻറ്റ് സ്കൂളിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് ഒബ്ജക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ചെയ്യാം, ഞങ്ങൾ തമ്മിൽ തർക്കമായി. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് മാർഗരേഖയ്ക്കകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു പഞ്ചായത്തിന് കീഴിലുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ അതുമായ കാര്യങ്ങൾ മുഴുവൻ പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സ്കൂളിൽ ചെയ്യാം എന്നൊരു ക്ലോസ് വേറെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇത് പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഈ മാർഗരേഖ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ക്ലോസ് ഉൾപ്പെടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ഓക്കെ ആയി. അവർ ആ സെൻറ്റൻസ് കൂടെ കോട്ട് ചെയ്ത് പ്രോജക്റ്റിൻ്റെ അകത്ത് എഴുതി ചേർത്തച്ച് അത് അപ്രൂവ് ചെയ്ത് കിട്ടി. പിറ്റേ വർഷം കൊറലങ്ങാട് ഗേൾസ് ഹൈസ്കൂളിൽ ഇതേ പ്രശ്നമുണ്ട്. ഒരു പഴയ ടോയ്ലറ്റിൻ്റെ സംവിധാനമുണ്ട്, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് മുഴുവൻ പെൺകുട്ടികളല്ലേ. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു 10-18 പേർക്ക് ഒന്നിച്ച് ഉപയോഗിക്കാവുന്ന 14 ലക്ഷം 13 ലക്ഷം രൂപ മുടക്കി നല്ല ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ നാപ്കിൻ ഒക്കെ കത്തികളയാനുള്ള മെഷീൻ ഉൾപ്പെടെ മേടിച്ചു കൊടുത്തു. അതിൻ്റെ പിറ്റേ വർഷം ബോയ്സ് ഹൈസ്കൂളിൽ ആൺകുട്ടികൾക്കും പ്രശ്നമുണ്ട്, അവിടെ നമ്മളിതുപോലെ തന്നെ ചെയ്തു കൊടുത്തു. അതെന്താ ഈ ഒരു ക്ലോസല്ല. അപ്പം പിന്നെ ഈ മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റ് മാനേജ്മെൻറ്റുകൾ ഇത് എങ്ങനെ ചെയ്തതെന്ന് എന്നോട് ചോദിച്ചു. അവരുടെ പഞ്ചായത്തുമായൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ മാനേജ്മെൻറ്റിന് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങളെങ്ങനെ ഇത് ഉണ്ടാക്കി കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്ലോസ് ഉണ്ട്. അപ്പം നമ്മളത് കൃത്യമായി വായിക്കുകയും നമ്മുടെ മനസ്സിലുള്ളതും ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ അകത്തെല്ലാം എക്സംഷനുണ്ട്. ഇനി അടുത്തൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പ്രോജക്റ്റ് നൂതന പദ്ധതികളെന്നും പറഞ്ഞ് ഒരു സംവിധാനമുണ്ട്. ഇതിൻ്റെ മാർഗരേഖ പറയാത്ത പദ്ധതികൾ, അത്തരം പദ്ധതികൾക്കാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ കോട്ടയത്ത് DPC ചെല്ലുമ്പോൾ അവർ പറയും മാർഗരേഖ ഇല്ലാത്തതാണ്, അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയും. അത്തരം കാര്യങ്ങളിൽ അപ്രൂവൽ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി എന്നും പറഞ്ഞ് ഒരു കമ്മിറ്റിയുണ്ട്. അത് തിരുവനന്തപുരത്താണ്. അതിൻ്റെ ഗവൺമെൻറ്റിൽ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടുള്ളത്. ആ കമ്മിറ്റിയിലേക്ക് ഇത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് നമുക്ക് അപ്രൂവൽ ചെയ്യാം, അങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് നമ്മുടെ കാണക്കാരി പഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നടപ്പിലാക്കിയത്. പട്ടിത്താനത്ത് സമന്വയ മൾട്ടി സെൻസറി പാർക്ക് എന്നും പറഞ്ഞ് ഒരു സംവിധാനം. അതായത് നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ, കൊച്ചു കുട്ടികളായിരിക്കുമ്പം ഒന്നാമത് കേൾവിക്ക് പ്രശ്നം, സംസാരിക്കാൻ പ്രശ്നം. അപ്പോൾ ഈ സംസാരിക്കാൻ പ്രശ്നമുള്ള കൊച്ചു കുട്ടികൾ, അതായത് ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേന് എന്തോ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് തെറാപ്പി കൊടുക്കുന്ന സംവിധാനമാണ് സ്പീച്ചർ. അതിന് തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനമാണ് നിഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അത് തന്നെ. അപ്പോൾ അവർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അവർ സഹകരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് പട്ടിത്താനത്ത് നിലവിലുണ്ടായിരുന്നത് കുറേയേറെ സ്ഥലമുണ്ട്. അവിടെ കുറേ പഞ്ചായത്തിൻ്റെ കുറേ കെട്ടിടങ്ങൾ പണിതിട്ട് വെക്കുക, മുഴുവൻ ചുമ്മാ കിടക്കുക, ഒരു ഉപയോഗമില്ല. അപ്പോൾ അത് പട്ടികജാതി ഫണ്ട് കൊണ്ട് പണിതുകൊണ്ട്, പിന്നെ വനിതാ ഘടക പദ്ധതി പണിതുകൊണ്ട്. അപ്പോൾ ഏത് പദ്ധതിയിൽ പണിത ഫണ്ടാണോ ആ ഫണ്ടിനെ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇതുപോലെ തന്നെ ഗവൺമെൻറ് കോർഡിനേഷൻ കമ്മിറ്റിക്ക് അപേക്ഷ കൊടുത്തു. പട്ടികജാതിയുടെ ആവശ്യത്തിനും വനിതകളുടെ ആവശ്യത്തിനും ആവശ്യത്തിനും പണിത കെട്ടിടം ഇത്ര വർഷമായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സ്കീം വന്നിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ആ കെട്ടിടം വിനിയോഗിക്കാൻ അനുമതി തരണമെന്ന് പറഞ്ഞ് കൊടുത്ത് അവർ പല പ്രാവശ്യം ഇതിനെപ്പറ്റി റിപ്പീറ്റ് ചെയ്തതിന് സംശയങ്ങളൊക്കെ പരിചയപ്പം ആ പട്ടികജാതിക്കാരുടെ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് വെച്ച കെട്ടിടം മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ നിയമില്ല. പക്ഷേ അവർ നമുക്ക് അനുവാദം തന്നു. അങ്ങനെ അനുവാദം തന്നതനുസരിച്ച് പട്ടിത്താനത്ത് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സമന്വയ മൾട്ടി സെൻസറി പാർക്ക് എന്ന് പറഞ്ഞു തുടങ്ങി. അവിടെ SSI സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പരിപാടികളുണ്ട്. അവർക്കും സ്ഥല സൗകര്യം ഇല്ലായിരുന്നു. അപ്പോൾ അതും നമ്മൾ അങ്ങോട്ട് മാറ്റി. കോട്ടയം ജില്ലയിലെ SSIയുമായി ബന്ധപ്പെട്ടുള്ള ഭിന്നശേഷിക്കാരുടെ ട്രെയിനിങ്ങും ഈ നിഷുവായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങും കെട്ടിട സൗകര്യം എല്ലാം നമ്മൾ കൊടുത്തു. അപ്പോൾ അവരുടെ ഉദ്യോഗസ്ഥരുടെ ശമ്പളമൊക്കെ അവർ കൊടുത്തോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്താൽ മതി. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, മൾട്ടി സെൻസറി പാർക്ക്, ഒരു റൂമിനകത്ത് ഇതെല്ലാം കൂടെ കാണിക്കുന്ന സംവിധാനം ഉണ്ടല്ലോ,
പിള്ളേരെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പം ആ റൂമിൻ്റെ അകത്ത് സ്ക്രീൻ വെച്ച് ഇതെല്ലാം കാണിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ കൂടി പിന്നെ പിള്ളേരുടെ പാർക്ക് എല്ലാം കൂടി വലിയ തോമുടക്കുണ്ട്. അപ്പം കോട്ടയം ജില്ലയിലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ സമന്വയ മൾട്ടി സെൻസറി പാർക്ക് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഈ ഗവൺമെൻറ്റിൽ പോയി പ്രത്യേക അനുമതി മേടിച്ചിട്ടാണ്. അപ്പം നമുക്ക് ഏത് കാര്യം ചെയ്യാം, നമ്മൾ മെനക്കെടണം. കൃത്യമായിട്ട് മെനക്കെട്ട് ചെയ്യണമെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളെപ്പറ്റി ശരിയായ ഗ്രാഹ്യമാണ്. പുതുതായിട്ട് വരുന്ന മെമ്പർമാർ ആദ്യം ചെയ്യേണ്ടത് ജനകീയാസൂത്രണ പദ്ധതിയുടെ മാർഗരേഖ കൃത്യമായിട്ട് പഠിക്കുക. എനിക്കൊന്നും അറിയത്തില്ല, അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അറിയത്തില്ല എന്ന് പറയരുത്. ഇതിൻ്റെ പോലെയാണ് എന്ന് പറയാൻ പ്രാപ്തരാണ്. ഇപ്പോൾ എനിക്കറിയാം 5 വർഷം കഴിഞ്ഞിട്ടും പഞ്ചായത്ത് മെമ്പറായി 5 വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു മാർഗരേഖ എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട് എന്ന് അറിയത്തില്ലാത്ത മെമ്പർമാർ കാണാം. 5 വർഷം ആ കൂട്ടത്തിലാണ് നടന്നു, പദവി ആസ്വദിച്ചു എന്നുള്ളതല്ലാണ്ട് ഇങ്ങനെ ഒരു സംവിധാനം വായിച്ച് മനസ്സിലാക്കാത്തവർ കാണും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഈ 25 വർഷം ജനപ്രതിനിധിയായി മുന്നോട്ട് പോയപ്പോഴേ ഒരുപാട് ജനങ്ങളായിട്ട് ഇടപെടുകയാണല്ലോ, നിരന്തരം രാവിലെ എഴുന്നേക്കുന്നത് മുതൽ നാട്ടിലെ മനുഷ്യന്മാരായി ഇടപെടുക. ഇപ്പോൾ ഓർത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയിരിക്കുന്ന മെമ്മറിയൊക്കെ എന്തായിരിക്കും? അല്ലേ, നമ്മൾ ഒരു പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷമല്ല, ദുഃഖങ്ങൾ. ഏറ്റവും വലിയ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്നത് പഞ്ചായത്ത് മെമ്പർമാരാണ്. ഒരാൾക്ക് പെട്ടെന്നൊരു ദുരിതം ഉണ്ടാകുക, ബുദ്ധിമുട്ടുണ്ടാകുക, ഒരു മരണം ഉണ്ടാകുക, ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുക, അവരാദ്യം വിളിക്കുന്ന മെമ്പറെയാണ്. അങ്ങനെ വിളിക്കപ്പെടുമ്പോൾ ഏറ്റവും ആദ്യം അവരുടെ അടുത്ത് നിന്ന് അവർക്കൊരു സഹായം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവർക്കും വലിയ ആശ്വാസമാണ്. അവർ വലിയ പ്രതീക്ഷയോടെ ഒരു മെമ്പറെ വിളിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇനി വിളിച്ചില്ലെങ്കിൽ പോലും അറിയുമ്പോൾ നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പ്രത്യേകിച്ച് ദുർബല ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. സൗകര്യമുള്ളവനതൊന്നും കുഴപ്പമില്ല. തീരെ ദുർബല ജനവിഭാഗങ്ങൾക്ക് ഒരു ആശുപത്രി കേസ് വന്നു, ഒരു ബുദ്ധിമുട്ട് വന്ന് പ്രശ്നങ്ങളുണ്ടാകുമ്പം നമ്മളെ പറ്റുന്ന രീതിയിൽ അവരോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ആശ്വാസമാണ്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ദുർബല ഏറ്റവും പാവപ്പെട്ട ആൾക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ ആരും നോക്കാനില്ല, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. ഈ ഒരു എൻ്റെ മനസ്സിൽ തട്ടി ഏറ്റവും നിൽക്കുന്ന ഒരു കാര്യം, അതായത് കുറളഞ്ഞാടുമായിട്ട് ബന്ധപ്പെട്ട് ഭിക്ഷയൊക്കെ ആയിട്ടും ഒരു കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിന്നിരുന്ന ഒരു സ്ത്രീ, കുറളഞ്ഞാടുകാർക്കെല്ലാം അറിയാൻ, അതിന് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ആരെങ്കിലും എടുത്താളെന്ന് പോയി. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് വേറെ രീതിയിൽ ചില പ്രശ്നമൊക്കെ ആയിട്ട് നടക്കുന്നു, മകൻ അതിലും പ്രശ്നക്കാരനായിട്ട് നടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. ഒരു കോളനിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ പിന്നെ അതിന് ആശുപത്രിയിലൊക്കെ 1-2 ദിവസമൊക്കെ കൊണ്ടുപോയി തിരിച്ച് അതിനെ വീട്ടിൽ കൊണ്ട് കിടത്തി അതിന് ഒരു ഭക്ഷണം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ശുശ്രൂഷയുടെ ആവശ്യമുണ്ടല്ലോ, ഒരുമ കിടക്കുക. അപ്പോൾ അത് ആ കിടന്ന സ്ഥലത്ത് തന്നെ മലമൂത്രവിസർജനം ചെയ്ത് അതിന് നോക്കാനില്ലാത്ത സാഹചര്യത്തിൽ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ അതിന് ഒന്നുമില്ല, സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതവിടെ കിടക്കുക. അപ്പോൾ വെച്ച് കഴിയുമ്പോൾ അത് മൊത്തം വീട്ടിൽ ശരീരത്തിൽ വ്രണങ്ങളായി പിന്നെ ഈ ഉറുമ്പ് അരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പം തൊട്ടടുത്ത വീട്ടുകാർക്ക് മണത്തിൻ്റെ ഒക്കെ വിഷയമായി. അവർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധയെ വന്നു, ഇങ്ങനെ വിഷയമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ദയനീയ അവസ്ഥ. അത് ഇങ്ങനെ നിലത്ത് കിടപ്പുണ്ട്, വളരെ ബുദ്ധിമുട്ട്, ഈ ശരീരമൊക്കെ വ്രണമായി, ഒരനക്കവും ഇല്ല, ഒന്നുമില്ല. വിളിച്ചാൽ ഇടയ്ക്ക് വിളിക്കുക ഒന്നും മൂളുമായിരുന്നു, അതിനപ്പുറം ഒന്നുമില്ല. എന്ത് ചെയ്യാൻ നോക്കും? അപ്പോൾ ആശുപത്രി കൊണ്ടേ ആക്കാമെന്ന് വെച്ച് കഴിയുമ്പോൾ ആശുപത്രി ചെന്നാൽ കൂടെ നിൽക്കാൻ ആൾ വേണം. ഉമ്മാരോട് കൂടെ പുറത്തുമില്ല. പിന്നെ ഞാൻ മണം എന്ന് പറഞ്ഞാൽ തൊട്ടാൽ ഈ മനുഷ്യരില്ലേ പഴുക്കാനൊക്കെ തുടങ്ങിയ മണമാകില്ലേ. പിന്നെ ആംബുലൻസ് വിളിച്ചുകൊണ്ട് വന്ന് നമ്മളും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരുടെയൊക്കെ ഒരു സഹകരണത്തോടുകൂടി വണ്ടിയെ കയറ്റി. അപ്പോൾ ഞാനിത് എവിടെ കൊണ്ടാക്കും? ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് അവർ ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വിട്ട കേസാണ്, നിങ്ങൾ വീട്ടിലിടാൻ. ഞങ്ങൾ പിന്നെ മറ്റത്തിപ്പാറ എന്നുള്ള സ്ഥലമുണ്ട്, അവിടെ നമ്മുടെ പാലാരൂപയുടെ മൂണസിഞ്ഞോറായിരിക്കുന്ന മലയപ്പറമ്പിലച്ഛൻ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു സാഹചര്യമുണ്ട്. സാഹചര്യം അച്ഛൻ പറഞ്ഞു, ഞാൻ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. ഞാൻ ഇവരെ ആംബുലൻസ് വിളിച്ച് അവിടെ കൊണ്ടുവന്നു. അച്ഛനോട് പറഞ്ഞോണ്ടോ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ ഈ രോഗീനെ അവരോട് ആംബുലൻസ് എടുത്ത് എൻ്റെ അഡ്രസ്സും എല്ലാം മേടിച്ച് വെച്ചു. അവരൊറ്റ കണ്ടീഷനേ പറഞ്ഞുള്ളൂ. അപ്പം ഒരു വലിയ പ്രതീക്ഷ, ഒത്തിരി ആളെ ജീവിച്ചിരിക്കുന്നില്ലേ, ഇതെന്തെങ്കിലും ആവശ്യം വന്നാൽ ഇടപെടണം, വിളിക്കും, എൻ്റെ ഫോൺ നമ്പർ മരിച്ചാൽ നിങ്ങൾ കൊണ്ടുപോയി ശവസംസ്കാരം നടത്തിക്കോണമെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഏറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ കാണാൻ ചെന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ഡ്രസ്സും ഒക്കെ ധരിപ്പിച്ച്, അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലേ പോലും അവർ നന്നായിട്ട് അതിനെ ട്രീറ്റ് ചെയ്തു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പം മരിച്ച്.
എന്നെ വിളിച്ചു പറഞ്ഞു. വീണ്ടും നമ്മൾ ഇവിടുന്ന് ആംബുലൻസുമായിട്ട് അവിടെ ചെന്ന് അതിനെ കൊണ്ടുവന്ന് പഞ്ചായത്തിൻ്റെ പൊതു ശ്മശാനത്തിൽ സംസ്കരിച്ച ഒരിതുണ്ട്. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ അതിനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ വന്ന ദുർഗന്ധമുണ്ടല്ലോ, കാരണം നമുക്ക് ദുർഗന്ധം വന്നെന്നുള്ളതല്ല, ആ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യശ്രീ എത്തി എന്നുള്ളതാണ്. അത് നാട്ടിൽ ആരും സമയത്ത് ആർക്കും മറ്റു രീതിയിലുള്ളൊരു ഇതില്ലാത്തതുകൊണ്ടായിരിക്കും. ആ കോളനിയിലുള്ളവരാണെങ്കിലും ഇവരുടെ മക്കളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ ഇടപെടൽ കാരണം അതിനെ സഹായിക്കാനായിട്ടുള്ളൊരു മനസ്സ് ഉണ്ടായില്ല. കാരണം ഇവരുടെ ഇടപെടൽ ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്ക് ഒരു 5 ദിവസത്തേനാണെങ്കിലും ഒന്ന് പരീക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന, എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഇത് കൂട്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട് കേട്ടോ. ഈ വഴികളിലൊക്കെ ഇങ്ങനെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്നവരൊക്കെ അത് നമ്മൾ ഈ കൂട്ടം ഒത്തിരി സ്ഥാപനങ്ങൾ ഇപ്പം നാടുകളിലുണ്ട്. അങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ പ്രത്യേകം നമ്മൾ ആദരിക്കേണ്ടത്, നമുക്ക് ബഹുമാനിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അവർ ചെയ്യുന്ന. ഫ്രീ സർവീസ് ചെയ്യുന്ന എന്തെങ്കിലും നല്ല സ്ഥാപനങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ പഞ്ചായത്ത് തലത്തിലൊന്നും ഒരു തരത്തിലുള്ള സംഭാവനകൾ ചെയ്യുന്നതിനോ ഇൻസെൻറ്റ് ചെയ്യുന്നതിനൊന്നും പറ്റുന്നില്ല. അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് അല്ല, അങ്ങനെ ചെയ്യത്തില്ല. അപ്പം അത്തരം സ്ഥാപനങ്ങളെ നമ്മൾ എല്ലാവരും ഓണർ ചെയ്യുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ ഒരുപാട് നേരം പല കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിലൂടെ തന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് എന്നുള്ളത് കേവലം ആ ഒരു ചെറിയ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങുന്നതല്ലാന്നും ഒരുപാട് കാര്യങ്ങൾ അതുവഴി ചെയ്യാനും ഒരുപാട് മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാമെന്നും ഒക്കെ ഇപ്പം നമ്മുടെ സംസാരത്തിലൂടെ താങ്കൾ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. കൂടുതൽ ജനങ്ങളുമായി ഇടപെടുകയും കൂടുതൽ ജനങ്ങളിലേക്ക് നല്ല പദ്ധതികൾ എത്തിക്കാനും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.